എല്ലാവരുടെയും ഗോൾ തന്നെയാണ് ഇന്ത്യ കളിക്കണം എന്നുള്ള ഒരു സംഭവം. ആസ് എ ക്രിക്കറ്റർ നോക്കുവാണെങ്കിൽ രോഹൻ ബൊപ്പണ്ണ ഇപ്പോൾ 43 ഇയേഴ്സിൽ ഹി വൺ ദാറ്റ് ചാമ്പ്യൻഷിപ്പ്. അപ്പം ഞാൻ പുള്ളിക്ക് മെസ്സേജും ചെയ്തു, കൺഗ്രാജുലേഷൻ പറഞ്ഞു. അപ്പം യു ആർ മൈ മോട്ടിവേഷൻ എന്നുള്ള കാര്യമൊക്കെ ഞാൻ പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചു. എനിക്ക് 100% കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും, ഞാൻ 35 വയസ്സാണെങ്കിലും ഐ ക്യാൻ ബീറ്റ് എനി യങ്സ്റ്റർ വിത്ത് മൈ റണ്ണിങ് എന്നുള്ള കാര്യം. RCB ഫൈനലിൽ എനിക്ക് എപ്പോഴും ഒരു വേദനിപ്പിക്കുന്ന ഒരു നിമിഷം തന്നെയാണ്. കാരണം ആ മാച്ച് ഞാൻ ജയിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ വലിയ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടിയേനെ. ബോഡി ക്രിക്കറ്റിൽ നോക്കുവാണെങ്കിൽ എനിക്ക് സൂര്യകുമാറിൻ്റെ അതിനേക്കാളും കൂടുതൽ നല്ല ആവറേജും സ്ട്രൈക്ക് റേറ്റൊക്കെ സഞ്ജുനുണ്ട്. ഈ എപ്പോഴും എന്നോട് പറയും, ഈ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ, സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ്. ബൈ ഗോഡ് ബ്ലെസ്. ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫിറ്റ്നസ് വെച്ച് എനിക്ക് ഐ ക്യാൻ പ്ലേ ഫോർ 5 more years. എൻ്റെ ഈ ഒരു ഫിറ്റ്നസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അത് അതിനേക്കാൾ മനോഹരമായി ചെയ്യുവാൻ എനിക്ക് സാധിക്കും. അമേരിക്കയിലെ പ്രശസ്ത ഗാനരചയിതാവ് ഇർവിംഗ് ബെർലിൻ്റെ വാക്കുകളാണിത്. ക്രിക്കറ്റ് കരിയറിൽ ഈ വരികൾക്ക് ഈണം നൽകിയ ഒരു താരമുണ്ട്. കേരള ക്രിക്കറ്റിലെ സച്ചിൻ ബേബി റിപ്പോർട്ടറിനൊപ്പം. സ്വാഗതം സച്ചിൻ. താങ്ക് യു സോ മച്ച്. സച്ചിൻ, കഴിഞ്ഞ 2 രഞ്ജി ട്രോഫി സീസൺ നോക്കുവാണെങ്കിലും റൺവേട്ടക്കാരുടെ പട്ടികയിൽ സച്ചിൻ മുൻനിരയിലുണ്ട്. എന്താണ് ഈ ഒരു മികവിൻ്റെ അടിസ്ഥാനം? മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഓഫ് സീസണിൽ ചെയ്യുന്ന ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നത്. കാരണം ഞാൻ ആ ഹാർഡ് വർക്കിൽ ബിലീവ് ചെയ്യുന്ന ഒരു ആളാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഇരട്ടി നമുക്ക് റൺസായിട്ടും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടും കിട്ടുമെന്ന് ബിലീവ് ചെയ്യുന്ന ഒരു ക്രിക്കറ്ററാണ്. അതാണ് എൻ്റെ സീനിയേഴ്സിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠം. അപ്പം അതിൻ്റെ റിസൾട്ടായിട്ടാണ് കഴിഞ്ഞ 2 വർഷം എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ ആ ഒരു റൺസും കിട്ടിയത്. ഈ സീസണിലെ റൺവേട്ടക്കാരുടെ ഒരു പട്ടിക എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യ റൗണ്ട് പൂർത്തിയായതേ ഉള്ളൂ. അപ്പോൾ ചേതേശ്വർ പൂജാര, ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ഒരു താരം, സച്ചിന് പിന്നിലാണ്. സച്ചിൻ 2ാമത് നിൽക്കുന്നു. ഇത് എങ്ങനെ സാധിക്കുന്നു? അല്ല, ഇപ്പോൾ ലാസ്റ്റ് ഇയർ നോക്കുവാണെങ്കിലും ഞാൻ നമ്മുടെ ലീഗ് സ്റ്റേജ് കഴിഞ്ഞപ്പം 2nd പൊസിഷനിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേരള ക്വാളിഫൈ ചെയ്തുകൊണ്ട് അവർക്കൊരു 3 മാച്ച് എക്സ്ട്രാ കിട്ടി. അപ്പം അങ്ങനെയാണ് മയങ്ക് അഗർവാളിലൊക്കെ ടോപ്പ് 1 എത്തിയത്. അപ്പോൾ ഞാൻ നമ്പർ 5 ആയി കഴിഞ്ഞ വർഷം രഞ്ജി ട്രോഫി ഫുള്ള് കഴിഞ്ഞപ്പം. അപ്പോൾ ഈ വർഷം സെയിം ആണ്, ലീഗ് കഴിഞ്ഞപ്പോൾ ഞാൻ 2nd പൊസിഷനിൽ വന്നു. അതും ഒരു ഗോഡ് ബ്ലെസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അത് ഭയങ്കര ഒരു കോയിൻസിഡൻസ് എന്ന് വയ്ക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ അതിൽ കഴിഞ്ഞ വർഷം ഞാൻ 830 റൺസ് അടിച്ചു. പക്ഷേ ഈ വർഷവും സെയിം നമ്പർ ഓഫ് റൺസ് ഞാൻ അടിച്ചു. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഗോഡ് ഗിഫ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സച്ചിൻ, ജലജ് സക്സേന, അതുപോലെ തന്നെ ശ്രേയസ് ഗോപാൽ, ഇങ്ങനെ കുറച്ച് അക്ഷയ് ചന്ദ്ര, ഇങ്ങനെ കുറച്ച് താരങ്ങളാണ് കേരള ക്രിക്കറ്റിന് വേണ്ടി കഴിഞ്ഞ സീസണിലും ഈ സീസണിലുമൊക്കെ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നത്. പക്ഷേ ഇവരാരും ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നില്ല. അതൊരു പോരായ്മയല്ലേ? അതെന്തുകൊണ്ടാണ് സാധിക്കാത്തത്? മെയിനായിട്ടും ഞാൻ ഇതിനു മുന്നേ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, ആസ് എ ടീം നമ്മൾ പെർഫോം ചെയ്താൽ മാത്രമാണ് നമ്മുടെ പ്ലേയേഴ്സിന് അതിനനുസരിച്ചുള്ള ഒരു റിട്ടേൺ കിട്ടുള്ളൂ എന്നുള്ള കാര്യം. ഇപ്പം ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സ് നോക്കിയാൽ മതി. അതിൽ ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് ഉള്ളത് മുംബൈ ടീമിൽ നിന്നായിരിക്കും, ഇല്ലെങ്കിൽ കർണാടക ടീമിൽ നിന്നായിരിക്കും. ചെന്നൈ നോക്കുവാണെങ്കിൽ ചെന്നൈയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റേഴ്സ് ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടെ നിന്ന് ഒരു വാഷിംഗ്ടൺ സുന്ദർ മാത്രമാണ് ടെസ്റ്റ് ടീമിൽ ഉള്ളൂ. കാരണം കഴിഞ്ഞ 6 വർഷമായിട്ട് അവർ രഞ്ജി ട്രോഫി ക്വാളിഫൈ ചെയ്യുന്നില്ല. വൺസ് നമ്മൾ ആ ക്വാളിഫൈ ചെയ്ത് ഫൈനലിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിച്ചാൽ മാത്രമാണ് നമ്മുടെ പ്ലേയേഴ്സിനും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് നമ്മുടെ കയ്യിലുണ്ട്. വൺസ് ഞാൻ ക്യാപ്റ്റനായിരുന്ന കൊല്ലം നമ്മൾ വിജയസാരെ സെമി ഫൈനൽ കളിച്ചപ്പം നമ്മുടെ 7 പേര് ഡിഫറെൻറ്റ് IPL ടീമിലുണ്ടായിരുന്നു. അപ്പോൾ വൺസ് ആ ലീഗ് സ്റ്റേജ് കഴിഞ്ഞാൽ മാത്രമാണ് അവരുടെ ഒരു IPL സ്കൗട്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സെലക്ടേഴ്സ് ആയിക്കോട്ടെ ആ ഒരു മാച്ച് വാച്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇത് കിട്ടില്ലെന്ന് പറയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം എനിക്ക് റൺസ് അടിച്ചപ്പോൾ എനിക്ക് ദുലീപ് ട്രോഫി ടീമിൽ സെലക്ഷൻ കിട്ടി. ഇപ്പം IPL T20 കളിക്കുന്ന നമ്മുടെ കുറേ കുട്ടികളുണ്ട് നമ്മുടെ കേരള ടീമിൽ നിന്ന്. അപ്പോൾ വൺസ് ടീം നന്നായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്ലേയേഴ്സിന് കുറച്ചും കൂടെ കൂടുതൽ റെക്കഗ്നിഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു IPL കപ്പ്, നമ്മുടെ IPL അല്ല, രഞ്ജി ട്രോഫി കപ്പ് നമ്മുടെ കേരള ടീം അടിക്കുമ്പോഴത്തേക്കും പ്ലേയേഴ്സ് നോട്ടീസ് ചെയ്യും. പ്ലേയേഴ്സിന് കുറച്ചും കൂടെ അവർ കൊടുത്തേ പറ്റൂ. ഇപ്പോൾ സർഫറാസ് ഖാൻ ബെസ്റ്റ് എക്സാമ്പിളാണ്. കാരണം കൺസ്റ്റൻ്റ് ആയിട്ട് റൺ അടിക്കുമ്പോഴാണ് സർഫറാസ് ഖാനും ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ ടീമിൽ ലഭിച്ചത്. സച്ചിൻ, ഈ സീസണിലാണ് ഇപ്പം ആഭ്യന്തര ക്രിക്കറ്റിൽ ഒരു 10,000 റൺസ് പിന്നിട്ടത്. എന്തായാലും ഇത്രയും ഒരു 15 കൊല്ലം കേരള ടീമിന് വേണ്ടി കളിച്ചു, പക്ഷേ ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ സാധിച്ചില്ല. അപ്പോൾ കരിയർ നോക്കുമ്പോൾ ഒരു പൂർണ്ണ സംതൃപ്തി ഉണ്ടോ? അല്ല, ഞാൻ പറയില്ല, നമ്മൾ ആ ഒരു എല്ലാവരുടെയും ഗോൾ തന്നെയാണ് ഇന്ത്യ കളിക്കണം എന്നുള്ള ഒരു സംഭവം ആസ് എ ക്രിക്കറ്റർ നോക്കുവാണെങ്കിൽ. പക്ഷെ നമ്മൾ അതിൻ്റെ ആ ഒരു പ്രോസസ്സിലാണ് എല്ലാവരും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഇറ്റ് വിൽ ടേക്ക് ടൈം. ചിലവർക്ക് അത് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്ന സംഭവം. പക്ഷേ ആ ഒരു വെയിറ്റ് ശരിക്കും വെർത്താണ്.
കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആസ് എ ബാറ്റ്സ്മാൻ റൺ അടിക്കുക, പെർഫോം ചെയ്യുക, എല്ലാ ഓപ്പർച്യൂണിറ്റീസും ആ ഒരു ഡോറ് നോക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നൊരു കാര്യം. ഇപ്പം ഞാൻ ഇന്ത്യ എ നമ്മൾ 50 ഓവേഴ്സിൽ വിജയ സാർ പെർഫോം ചെയ്ത് ഇന്ത്യ എ ഞാൻ കളിച്ചു, ദുലീപ് ട്രോഫി കളിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ നോക്കുവാണെങ്കിൽ ഇന്ത്യ എയിൽ ഞാൻ അവിടെ പെർഫോം ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ക്ലോസർ ആയിരുന്നു. ബട്ട് ഞാൻ അവിടെ പെർഫോം ചെയ്തില്ല. ദുലീപ് ട്രോഫി എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇവൻ ഐ ഡിഡ്ന്റ് ഗെറ്റ്, ഞാൻ ഫൈനലിൽ കളിച്ചു, അതിൽ ഞാൻ 35 റൺസാണ് അടിച്ചത്. അപ്പോൾ ആ മാച്ചൊക്കെ എനിക്ക് ആ 35 എനിക്കൊരു 100 ആക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഈ വർഷത്തെ ഇപ്പം ഇംഗ്ലണ്ട് ലയൺസിലായിട്ടുള്ള ഇന്ത്യ സ്ക്വാഡിൽ ഇപ്പോൾ ദുലീപ് ട്രോഫി പെർഫോം ചെയ്ത എല്ലാവരും ആ ഒരു ഇന്ത്യ എ ടീമിൽ വന്നിട്ടുണ്ട്. അപ്പം ദാറ്റ്സ് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ 2 കൈ കൊണ്ട് നമ്മൾ ഗ്രാബ് ചെയ്യണം, എന്നാൽ മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എനിക്ക് വേറെ ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ അവിടെ പെർഫോം ചെയ്തില്ല. അപ്പോൾ ഞാൻ പെർഫോം ചെയ്യുമായിരുന്നെങ്കിൽ ഐ വിൽ ബി ദെയർ. ഇപ്പോൾ ഞാനൊരു ഇന്ത്യ എയിലെയും കൺസ്റ്റൻ്റ് ആയിട്ട് ഇവൻ ഇനവനോ ഇപ്പോൾ ഞാനിപ്പോൾ ഇംഗ്ലണ്ട് ടീമിൽ ഇപ്പോൾ സർഫ്രാസ് ഖാൻ വന്ന പോലെ ഇപ്പോൾ സർഫ്രാസ് ഖാൻ്റെ ഒരു ജേർണി നോക്കിയാൽ മതി. കൺസ്റ്റൻ്റ് സ്കോർ ചെയ്തു. ഇപ്പോൾ ഈ നടന്ന ഇന്ത്യ എ, ഞാൻ പറഞ്ഞ ഇന്ത്യ ഇംഗ്ലണ്ടായിട്ടുള്ള മാച്ചിൽ ഹീ സ്കോർഡ് 100. ആ 100-ലാണ് ദേവ്ദത്ത് പടിക്കലിനും സർഫ്രാസ് ഖാനും ഈ ടീമിൽ ഇപ്പം ഇന്ത്യൻ ടീമിൽ ലഭിച്ചത്. അപ്പം നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഗ്രാബ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പം പ്രായം ഒരു 35 കടന്നു എങ്കിൽ പോലും ഇനിയൊരു ചാൻസ് ഇന്ത്യൻ ടീമിലേക്ക് ഉണ്ട്, അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം തന്നെ ഉണ്ടോ? ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്ന ഏജ് ജസ്റ്റ് എ നമ്പർ എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് ഇപ്പം റോഹൻ ബൊപ്പണ്ണ ഇപ്പോൾ 43 ഇയേഴ്സിൽ ഹി വൺ ദാറ്റ് ചാമ്പ്യൻഷിപ്പ്. അപ്പം ഞാൻ പുള്ളിക്ക് മെസ്സേജും ചെയ്തു, കൺഗ്രാജുലേഷൻ പറഞ്ഞു. അപ്പം യു ആർ മൈ മോട്ടിവേഷൻ എന്നുള്ള കാര്യമൊക്കെ ഞാൻ പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പം പുള്ളിയുടെ ആ സ്പീച്ചിൽ പറഞ്ഞൊരു കാര്യമാണ്, ഈസ് നോട്ട് ഏജ് 43 അല്ല, ഹീസ് ലെവൽ 43 എന്നുള്ളൊരു കാര്യം. അപ്പം ഞാനും ആ ഒരു കാര്യം ഫോളോ ചെയ്യുന്നുണ്ട്. പീപ്പിൾ പറയും ഞാൻ 35 വയസ്സെന്ന് പറയും, ബട്ട് ഐ ആം ലെവൽ 35. കാരണം ബാക്കി എല്ലാവരും 26 ആണെങ്കിലും ദേ ആർ ലെവൽ 26, ഐ ആം ലെവൽ 35. കാരണം എനിക്ക് 100% കോൺഫിഡൻ്റ് പറയാൻ പറ്റും, ഞാൻ 35 വയസ്സാണെങ്കിലും ഐ ക്യാൻ ബീറ്റ് എനി യങ്സ്റ്റർ വിത്ത് മൈ റണ്ണിങ് എന്നുള്ള കാര്യം. അപ്പോൾ അത്രയും ഞാൻ എൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടി ഞാൻ ടൈം കൊടുക്കുന്നുണ്ട്. ലക്ലി ഞാൻ ഇടുക്കിക്കാരനാണ്. അപ്പം നമ്മുടെ എന്തുകൊണ്ട് അതൊരു ബ്ലസ് ആയിട്ട് ഞാൻ കാണുന്നു. കാരണം നമ്മൾ പുറത്ത് വേറെ വരുന്ന കുട്ടികൾ നോക്കുവാണെങ്കിൽ അവർ നാച്ചുറലി ഫിറ്റ് അല്ല. ബിക്കോസ് നമ്മൾ വയനാട്, ഇടുക്കി എന്നുള്ള അവരൊക്കെ നാച്ചുറലി ഫിറ്റായിട്ട് കിട്ടുന്ന കാര്യമാണ്. മെയിൻലി ബിക്കോസ് ഓഫ് ദ ഫുഡ്. അറിയത്തില്ല. ബട്ട് അപ്പോൾ എനിക്ക് ആ ഒരു ഗിഫ്റ്റഡ് ആണ് ആ ഒരു ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ. ബട്ട് പിന്നെ ഞാൻ ആ ഫിറ്റ്നസ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നു. എൻ്റെ ആ ഒരു ഹാർഡ് വർക്കിലൂടെ ഞാൻ അത് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റോയൽ ചലഞ്ചേഴ്സിലും IPL സീസണുകളിൽ റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടിയും സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയും സച്ചിൻ കളിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഒരു 7ാം നമ്പർ പൊസിഷൻ അല്ലെങ്കിൽ 6ാം നമ്പർ പൊസിഷനിലാണ് സച്ചിൻ ഇറങ്ങിക്കൊണ്ടിരുന്നത്. കുറച്ചുകൂടെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി 3ാം നമ്പറിലോ അല്ലെങ്കിൽ 4ാം നമ്പറിലോ ഇറങ്ങാൻ കഴിഞ്ഞെങ്കിൽ കൂടുതൽ പെർഫോം ചെയ്യാൻ കഴിയുമായിരുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ പിന്നെ ഒരു ബിലീവ് ചെയ്യുന്ന കാര്യമാണ് എവറിത്തിങ് ഈസ് റിട്ടൺ എന്നുള്ള ഒരു കാര്യം. ഇപ്പം ഇപ്പം പറഞ്ഞ പോലെ നമ്പർ 3, നമ്പർ 4 ഞാൻ ഇപ്പം കേരള ടീമിന് ഞാൻ T20 എല്ലാം ബാറ്റ് ചെയ്യണത് നമ്പർ 4 ആണ്. അപ്പം നമ്മൾ കുറച്ചുകൂടെ സമയം കിട്ടും. ഇപ്പം നമ്പർ 6, നമ്പർ 7 ബാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ടൈമേ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ RCBക്ക് ബാറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഒരു 14 ഓവർ ശേഷമാണ് ഇപ്പോഴും നമുക്ക് ബാറ്റിംഗ് കിട്ടുന്നത്. അപ്പോൾ ആ സമയത്താണെങ്കിലും നമുക്ക് വലിയ സമയം എടുക്കാൻ പറ്റില്ല. ടീമിൻ്റെ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു റണ്ണ് നമ്മൾ ചേസ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ റണ്ണ് സെറ്റ് ചെയ്യുമായിരിക്കും. എന്നാൽ പോലും നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ആ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ RCB ഫൈനലിൽ എനിക്ക് എപ്പോഴും ഒരു വേദനിപ്പിക്കുന്ന ഒരു നിമിഷം തന്നെയാണ്. കാരണം ആ മാച്ച് ഞാൻ ജയിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ വലിയ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടിയേനെ എന്നുള്ള കാര്യം. ബട്ട് സ്റ്റിൽ എനിക്ക് അതിലൊരു റിഗ്രറ്റും ഇല്ല. ഐ കീപ്പ് ഓൺ ലേണിംഗ് ഫ്രം ആ ഒരു മിസ്റ്റേക്കിൽ ഞാൻ ലേൺ ചെയ്യുന്നുള്ളൂ. സോ നെക്സ്റ്റ് ടൈം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുവാണെങ്കിൽ എങ്ങനെ എനിക്ക് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ എപ്പോഴും ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡെയിലി അതിൻ്റെ റൂട്ടീനാണെങ്കിലും അതിൻ്റെ വർക്ക്സ് ആണെങ്കിലും ഞാൻ ചെയ്യുന്നതും അതിനു വേണ്ടി തന്നെയാണ്. സച്ചിന് കരിയറിൻ്റെ ഒരു മികച്ച ഘട്ടത്തിൽ നിന്ന സമയത്ത് മറ്റൊരു ടീമിലേക്ക് മഹാരാഷ്ട്രയോ കർണാടകയോ പോലെയുള്ള ഒരു നല്ല ടീമിലേക്ക് പോകുമായിരുന്നെങ്കിൽ ഇന്ത്യൻ ടീമിലേക്കൊരു പ്രവേശനം സാധ്യമായിരുന്നില്ല. അങ്ങനെ ഒന്ന് ചിന്തിച്ചിരുന്നില്ലേ? ഇല്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവറിത്തിങ് ഈസ് റിട്ടൺ എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ നാളെ എന്ത് ചെയ്യുന്നു, ഇന്ന് എന്ത് ചെയ്യുന്നു എല്ലാം ഓൾറെഡി റിട്ടൺ ആണ്. അപ്പം ഞാനിപ്പോൾ കേരള ക്രിക്കറ്റ് അല്ലെങ്കിൽ വേറെ ടീമിൽ കളിക്കുകയാണെങ്കിൽ ഞാൻ ഇത്രയും മാച്ചസ് പോലും ഞാൻ കളിക്കില്ലായിരുന്നു. കാരണം കേരള ക്രിക്കറ്റിന് നമുക്കറിയാം അതൊരു ഇമോഷണൽ ഒരു ടീം തന്നെയാണ് നമ്മുടെ ഈ ഒരു ടീം. കേരള ക്രിക്കറ്റ് കളിച്ചുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഇത് ചെയ്യാൻ പറ്റിയത്. കാരണം നമ്മളെല്ലാവരും പറയും ഇപ്പോൾ മുംബൈ പോലെ ടീമിൽ കുറച്ചും കൂടെ പ്ലേയേഴ്സ് ഇന്ത്യൻ ടീമിൽ കിട്ടും എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടുന്ന് നമുക്കൊട്ടും മോശമല്ല. നമുക്ക് ഇവിടെ ശ്രീബായ് കളിച്ചു, ടിനുചേട്ടൻ കളിച്ചു, സഞ്ജു കളിച്ചു, എനിക്ക് ഇന്ത്യയെ കളിച്ചു, റോഹനസ് കുന്നുമ്പൽ ഇന്ത്യയെ കളിച്ചു,
റോഹൻ പ്രേം അണ്ടർ-19 ഇന്ത്യ ടീമിലുണ്ടായിരുന്നു, റൈഫി വിൻസെന്റ് ഗോമസ് ഇന്ത്യൻ അണ്ടർ-19 ടീമിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ കുറേ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരിക്കലും നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ടീമിൽ കളിച്ചാൽ നമ്മൾ കുറച്ചും കൂടെ മുകളിൽ കളിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും ബിലീവ് ചെയ്യുന്നില്ല. അപ്പോൾ കേരള ക്രിക്കറ്റിൽ കളിച്ചിട്ട് വേണം അവരെ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ കേരള ക്രിക്കറ്റിൻ്റെ ഒരു ചാമ്പ്യൻഷിപ്പ്, അത് ഞാൻ ഡെബ്യൂ ചെയ്തപ്പം എൻ്റെ ക്യാപ്റ്റൻ ശ്രീശാന്ത് ആയിരുന്നു. അപ്പോൾ ശ്രീ അന്ന് പറഞ്ഞ ഒരു കാര്യമാണ് നമുക്ക് ഒരു ഇറാനി കപ്പ് നമുക്ക് നേടണം എന്നുള്ള കാര്യം. അപ്പോൾ ഇറാനി കപ്പ് നേടണമെങ്കിൽ നമ്മൾ രഞ്ജി ട്രോഫി കപ്പടിച്ചേ പറ്റൂ. അപ്പോൾ ആ ഒരു ഡ്രീമിലൂടെ തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിനെ കളിച്ച് നമ്മളെ ഇവിടുന്ന് ഇന്ത്യൻ ടീമിൽ കേരളത്തിൽ നിന്ന് കളിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു പ്രോസസ്സിലാണ് നമ്മുടെ പ്ലേയേഴ്സ് എല്ലാവരും. ഇപ്പം കേരള ക്രിക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ രഞ്ജി ട്രോഫി സീസണുകൾ അല്ലെങ്കിൽ മറ്റ് ആഭ്യന്തര ലീഗുകളിലുമൊക്കെ ഒരു ക്വാർട്ടർ ഫൈനൽ വരെ മാക്സിമം നമ്മൾ എത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വിജയം നേടുക, ഒരു കിരീടം നേടുക, അങ്ങനെ ഒരു ഇതുവരെ നേടാൻ സാധിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അത് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ടീം ഗെയിം ഒരു കാര്യം. ഞാനിപ്പം ഈ സീസൺ എനിക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ജലജന് നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ടീമായിട്ടുള്ളൊരു പെർഫോമൻസ് വന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് നേടുകയുള്ളൂ. ഒരു ബോളർ ജലജ് പക്ഷേ 34 വിക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ഉള്ളത് ബേസിൽ തമ്പിയാണ് 24 വിക്കറ്റ്സ്. ബാക്കി ഒരു പേസേഴ്സിനും ഒരു 20-24 വിക്കറ്റ്സ് ജലജിനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നല്ല ബെറ്റർ പൊസിഷനിൽ ആയേനെ. അപ്പോൾ നമ്മളിപ്പം ക്വാർട്ടർ ഫൈനൽ കളിച്ച കൊല്ലമാണെങ്കിലും സെമി ഫൈനൽ കളിച്ച കൊല്ലമാണെങ്കിലും നമ്മൾ ആ ഒരു ലീഗ് സ്റ്റേജിലെല്ലാം ഒരാൾ മാത്രമല്ല റൺ അടിച്ചേക്കണേ. എല്ലാവരും ആ ഒരു 400-500 എന്നുള്ള രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എൻഡ് ഓഫ് ദി ഡേ ആ ടീമിൻ്റെ കോസിന് വേണ്ടി വലിയൊരു കോൺട്രിബ്യൂഷൻ തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ടീമായിട്ട് പെർഫോം ചെയ്തതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ക്വാർട്ടർ ഫൈനൽ ആകുമ്പോഴത്തേക്കും എല്ലാം വിട്ടു പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തിൻ്റെ ഒരു മുന്നേറ്റത്തിന്, ഇപ്പോൾ ഈ ക്വാർട്ടർ ഫൈനലിന് അപ്പുറമുള്ള ഒരു മുന്നേറ്റത്തിന് എന്ത് ചെയ്യാൻ, ആ ഒരു പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്ത് ചെയ്താൽ അത് പരിഹരിക്കാൻ കഴിയും? അല്ല, അത് നമ്മളല്ല, ആ ഒരു ടീം ഗെയിമിൽ എവരി വൺ കോൺട്രിബ്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർ അറിയണം. ഞാനും ക്യാപ്റ്റൻ ആയപ്പോൾ നമ്മൾ ക്വാർട്ടർ ഫൈനൽ കളിക്കുമ്പോഴത്തേക്കും നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 1 സ്റ്റെപ്പ് ഹയർ. നമ്മൾ ആ ഫസ്റ്റ് രഞ്ജി ട്രോഫി നമ്മൾ ക്വാർട്ടർ ഫൈനൽ കളിച്ചപ്പോഴത്തേക്കും ഞാൻ ടീമിനടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ലാസ്റ്റ് മീറ്റിങ്ങിൽ, വെൽ ഡൺ, ബട്ട് നമുക്ക് ഇനിയും കളിക്കാമായിരുന്നു എന്നുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് ഇയർ വി വിൽ ഗോ 1 സ്റ്റെപ്പ് ഹയർ. അതൊരു ക്വാർട്ടർ ഫൈനൽ അടുത്ത വർഷം നമ്മൾ സെമി ഫൈനൽ കളിച്ചു. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഹങ്കർ ഫ്രം ഒരു ക്യാപ്റ്റനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കോച്ചിൽ നിന്നോ ഒരു അസോസിയേഷനിൽ നിന്നോ മാത്രം പോരാ. ആ ഒരു ഹങ്കർ എല്ലാ പ്ലേയേഴ്സിനും വേണം. എനിക്കും അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ടീമിൽ കളിക്കണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ടാലൻ്റ് അനുസരിച്ചുള്ളൊരു എക്സ്പോഷനെ കിട്ടണം എന്നുള്ള ആ ഒരു ഹങ്കർ എല്ലാവർക്കും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കേരള ടീം അല്ലെങ്കിൽ ഏത് ടീം ആയിക്കോട്ടെ അവർക്കൊരു ചാമ്പ്യൻഷിപ്പ് അടിക്കാൻ പറ്റുള്ളൂ. ഇത്തവണയാണെങ്കിലും IPL കേരള ടീമിൽ നിന്ന് വലിയൊരു സാന്നിധ്യമില്ല. 2 താരങ്ങളാണ്, ഒന്ന് സഞ്ജുവുണ്ട്, ഒപ്പം ശ്രേയസ് ഗോപാലുമുണ്ട്. ഇന്ത്യൻ ടീമിലേക്കൊരു സെലക്ഷൻ്റെ ഒരു നിർണായക സ്വാധീനമാണ് ഇപ്പോൾ IPL-ലേക്ക് കേരള താരങ്ങൾ കൂടുതലായി എത്താത്തതിൻ്റെ ഒരു കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ആൻസർ തന്നെ അതിന് ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് നമ്മൾ ആ ഒരു ചാമ്പ്യൻഷിപ്പിലോട്ട് നേടിയാൽ മാത്രമാണ് നമ്മുടെ കൂടുതൽ പ്ലേയേഴ്സ് വരുള്ളൂ. 2 പേരുണ്ട്, വിഷ്ണു വിനോദും കൂടെയുണ്ട് മുംബൈ ഇന്ത്യൻസിൽ കളിക്കുന്നത്. ഇപ്പം IPL തന്നെയാണ് ഒരു ഇന്ത്യൻ ടീമിലോട്ടുള്ള ഒരു ലാഡറാണ്. നേരത്തേക്കാണെങ്കിൽ നമ്മൾ കേരള ടീം പെർഫോം ചെയ്യണം, ദുലീപ് ട്രോഫി പെർഫോം ചെയ്യണം, പിന്നെ ഇന്ത്യയെ പെർഫോം ചെയ്യണം, പിന്നെയാണ് ഒരു ഇന്ത്യൻ ടീമിലോട്ടുള്ള കുറേ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. IPL നിന്ന് നേരെ നോക്കുവാണെങ്കിൽ അതിൽ പെർഫോം ചെയ്യുവാണെങ്കിൽ അതിൽ ബെസ്റ്റ് എക്സാമ്പിളാണ് റിങ്കു സിംഗ്. ടെസ്റ്റ് സ്ക്വാഡിൽ വരെ വന്നു. അപ്പോൾ അതൊരു വലിയൊരു ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും T20 കളിക്കണം എന്ന് തന്നെയാണ് ഒരു ആഗ്രഹം. ബട്ട് ക്രിക്കറ്റിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് വിജയസാരയും അല്ലെങ്കിൽ 50 ഓവേഴ്സും ടെസ്റ്റുമാണ്. അപ്പോൾ അതിലും പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ടെസ്റ്റ് സ്ക്വാഡിലോട്ട് വരാനും ഒരു ഇന്ത്യൻ ടെസ്റ്റ് സ്ക്വാഡിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. ബട്ട് നേരത്തെ പറഞ്ഞ പോലെ T20 എല്ലാം കളി മാറുകയാണ്. T20-ലോട്ടാണ് ആൾക്കാരെല്ലാം കൂടുതൽ കളിക്കുന്നത്. ബട്ട് T20 ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. ഒരു ഫോമാറ്റ് ആയതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വി വിൽ ഇൻ 1 or 2 years വി വിൽ ഓൾസോ കേരളയും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നമ്മുടെ കുറേ പ്ലേയേഴ്സ് IPL ടീമിലും ഇന്ത്യൻ ടീമിലും വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇപ്പോൾ BCCI കഴിഞ്ഞ കാലങ്ങളിൽ കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നത് ഇന്ത്യൻ ടീമിലെ താരങ്ങളടക്കം രഞ്ജി ട്രോഫി സീസണുകളിൽ കളിക്കണം, ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണം, അവിടെ പെർഫോം ചെയ്ത് കഴിവ് തെളിയിക്കണമെന്ന് BCCI വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ IPL-ൽ നിന്ന് ഇന്ത്യൻ ടീമിലേക്ക് താരങ്ങളെ എടുക്കുന്നു. ഇപ്പോൾ സൂര്യകുമാർ യാദവിനൊന്നും ഒരു നല്ല ആഭ്യന്തര ക്രിക്കറ്റിൽ നല്ലൊരു റെക്കോർഡ്സ് ഇല്ല. പക്ഷേ അദ്ദേഹം ടെസ്റ്റിൻ്റെ ടീമിലടക്കം കഴിഞ്ഞിരുന്നു. അപ്പോൾ
IPL നിന്ന് താരങ്ങളെ എടുക്കുന്നതിനാൽ സ്വാഭാവികമായിട്ടും താരങ്ങൾ IPL പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ BCCI ചെയ്യുന്നത് ഈ താരങ്ങൾക്ക് ആഭ്യന്തര ക്രിക്കറ്റിലെ താരങ്ങൾക്ക് അവസരം കൊടുക്കാത്തത് കൊണ്ടല്ലേ അവർ ഈ ആഭ്യന്തര ക്രിക്കറ്റ് അവഗണിച്ച് IPL മാറുന്നത്? അത് എനിക്ക് ശരിക്കും നമ്മുടെ ബോർഡ് BCCI എടുക്കേണ്ട ഒരു ഡിസിഷൻ തന്നെയാണ്. ഇപ്പം എനിക്ക് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ഒരു മാസമായിട്ട് നല്ല രീതിയിൽ BCCI അത് മോണിറ്റർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം അതിന് ഇപ്പോൾ ഇഷാൻ കിഷൻ്റെ ഒരു ഇഷ്യൂ ആണെങ്കിലും കാരണം ടീം വിട്ട് നിന്നിട്ടും പുള്ളി രഞ്ജി ട്രോഫി കളിക്കുന്നില്ല എന്നുള്ളൊരു സംഭവം വരുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഇനി അതൊരു സ്ട്രിക്റ്റ് ആയിട്ട് വരും. കാരണം റെഡ് ബോൾ ക്രിക്കറ്റ് നമ്മളെ ശരിക്കും ആരും അവഗണിക്കപ്പെട്ടു പോകുന്നുള്ള ഇപ്പം മനോജ് തിവാരി അതിനെക്കുറിച്ചൊരു കമൻ്റൊക്കെ പറഞ്ഞു ഇങ്ങനെ പ്ലേയേഴ്സിൻ്റെ ഇതിനെക്കുറിച്ചൊക്കെ. ബട്ട് എനിക്ക് തോന്നുന്നു ഇനി കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആവും എന്നുള്ള ഇതിൽ തോന്നുന്നു. കാരണം അത് ബോർഡിൻ്റെ തന്നെ മോണിറ്ററിൽ വരേണ്ട ഒരു കാര്യമായതുകൊണ്ടും നമുക്ക് പ്ലേയേഴ്സിന് വലിയ കമൻറ്റ് നമുക്ക് പറയാൻ പറ്റാത്ത ഇതാണെങ്കിലും ബട്ട് ഇനിയുള്ള വരുന്ന നാളുകളിൽ അത് BCCI അതിലൊരു ഡിസിഷൻ എടുത്ത് എല്ലാ പ്ലേയേഴ്സും ഇന്ത്യ ടീം കളിച്ചില്ലെങ്കിൽ അവരത് അവിടെ മാച്ചസ് ഇല്ല അല്ലെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ എല്ലാവരും ഇത് കളിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. കാരണം ഇപ്പം നോക്കിയാൽ മതി, ആൾക്കാർക്ക് ആ ഒരു ഫെയിം അല്ലെങ്കിൽ മണി IPL തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇത് വേണ്ട, കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പം പോകുന്നത്. ബട്ട് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്നത് കേരള ക്രിക്കറ്റ് ഈസ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. ഇപ്പോൾ കേരള ക്രിക്കറ്റാണ് എനിക്കത് ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് ടു പ്ലേ. നമ്മുടെ ആ ഒരു ടാലൻറ്റ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഷോക്കേസ് ചെയ്ത് തന്നത് കേരള ക്രിക്കറ്റാണ്. അപ്പം വൺസ് ഇഫ് യു ആർ നോട്ട് പ്ലേയിങ് എനി അതർ മാച്ചസ്, നമ്മൾ കേരള ക്രിക്കറ്റിൽ വന്നിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ യങ്സ്റ്റേഴ്സിനും നമ്മുടെ കൂടെ കളിക്കുന്ന പ്ലേയേഴ്സിനും ഷെയർ ചെയ്യേണ്ടത് ഭയങ്കര അനിവാര്യമായ ഒരു കാര്യമാണ്. അത് ഇനിയും നാളുകളിൽ നമ്മുടെ ജൂനിയേഴ്സ് ആയിക്കോട്ടെ, അവർ സീനിയർ ആകുമ്പോഴും അവരുടെ ജൂനിയേഴ്സിനോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന് ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്നുണ്ട്. നേരത്തെ മനോജ് തിവാരി പറഞ്ഞൊരു കമൻ്റ് ഉണ്ടായിരുന്നു, തുമ്പയിലെ സ്റ്റേഡിയം അത് ഒത്തിരി ഉൾപ്രദേശത്തേക്കാണ്, അവിടെ ആവശ്യമായൊരു സൗകര്യമില്ല, അതൊരു സ്റ്റേഡിയം അല്ല, ഒരു ഗ്രൗണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കേരള ക്രിക്കറ്റിലെ താരങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സ്റ്റേഡിയമാണ് തുമ്പയിലെ സ്റ്റേഡിയം. അപ്പം അത്തരം സ്റ്റേഡിയങ്ങളുടെ നിലവാരക്കുറവ് അത് കേരള ക്രിക്കറ്റിനെ അഫക്റ്റ് ചെയ്യലേ? അല്ല, അത് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തുമ്പ ഗ്രൗണ്ട് നമ്മുടെ KCAയുടെ സ്വന്തം ഗ്രൗണ്ട് അല്ല, അതൊരു കോളേജ് ഗ്രൗണ്ടാണ്, സെൻറ്റ് സേവിയേഴ്സിൻ്റെ കോളേജ് ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ ലീസിനെടുത്ത ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ ആ ലീസിനെടുത്ത ഗ്രൗണ്ടിൽ നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നതിലും നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ആ സമയത്ത് നമുക്ക് വേറെ ഗ്രൗണ്ട് ഇല്ല, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പോലും നമുക്കന്ന് ഇല്ല ആ സമയത്ത്. അപ്പോൾ നമ്മൾ KCAയുടെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുക വളരെ ഇമ്പോർട്ടൻ്റ്. ട്രിവാൻഡ്രത്ത് ഒരു ഗ്രൗണ്ട് എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ടാണ് ആ സമയത്ത് ചെറിയൊരു രീതിയിൽ നമ്മുടെ ഡ്രസ്സിംഗ് റൂമും ബാക്കിയുള്ള സെറ്റപ്പ് വെച്ച് അവിടെ മാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പം മനോജ് തിവാരി നമ്മുടെ ഗ്രീൻഫീൽഡ് വരുവാണെങ്കിൽ അങ്ങനത്തെ ഒരു കമൻറ്റ് പറയത്തില്ല. പിന്നെ ഇപ്പം പുതിയതായിട്ട് മംഗലാപുരത്ത് ഒരു ഗ്രൗണ്ട് വന്നിട്ടുണ്ട്, അതും ശരിക്കും നല്ലൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. അവരുടെ ഡ്രസ്സിംഗ് റൂമൊക്കെ നല്ല കിടിലമാണ്. അപ്പോൾ ഇനി വരുന്ന ആളുകളിൽ നമുക്ക് സ്വന്തമായിട്ട് അത് നമ്മുടെ സ്വന്തം ഗ്രൗണ്ടാണ്, KCAയുടെ സ്വന്തം ഗ്രൗണ്ടാണ്. അപ്പോൾ ഇനി ഉള്ള മാച്ചസൊക്കെ എല്ലാം മംഗലാപുരത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും നാൾ കളിച്ചു, പിന്നെ ആ 2 ഗ്രൗണ്ടിൻ്റെയും അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വർഷം വീണ്ടും തുമ്പയിലോട്ട് പോയത്. കാരണം നമ്മൾ കുറച്ചും കൂടെ കളിച്ച് പരിചയമുള്ള ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ മാച്ച് വീണ്ടും തുമ്പയിൽ തന്നെ വെച്ചത്. അപ്പോൾ എനിക്ക് ഷുവറാണ് ഇനി അടുത്ത വർഷങ്ങളിലൊക്കെ എനിക്ക് മത്സരങ്ങൾ മിക്കവാറും ഗ്രീൻഫീൽഡിലും മംഗലാപുരത്തും ആയിരിക്കും. ഇപ്പോൾ സഞ്ജു സാംസൺ അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മറ്റ് ചില താരങ്ങളെ പോലെ ഇപ്പോൾ ഋഷഭ് പന്തിനും ഇഷാൻ കിഷനും ഒക്കെ കളിച്ച് തെളിയാൻ ലഭിച്ച ഒരു അവസരം പോലെ സഞ്ജു സാംസണ് അത്ര എണ്ണം നോക്കി ചിലപ്പം സഞ്ജുവിന് കുറച്ച് മത്സരങ്ങൾ കുറവായിരിക്കും. അത്തരത്തിൽ ഒരു അവഗണന കേരള ക്രിക്കറ്റിനോട് BCCIയുടെ ഭാഗത്തുനിന്നോ അങ്ങനെ ഉണ്ടെന്ന് വല്ലതും കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം സഞ്ജുവിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സഞ്ജു നോക്കുകയാണെങ്കിൽ സഞ്ജുവിന് മറ്റ് പ്ലേയേഴ്സിനെ കൂടുതൽ നല്ല ഒരു ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ റൺസ് സഞ്ജു കൂടുതൽ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിജയസേനിൽ ODI ക്രിക്കറ്റിൽ നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് സൂര്യകുമാറിൻ്റെ അതിനേക്കാളും കൂടുതൽ നല്ല ആവറേജും സ്ട്രൈക്ക് റേറ്റൊക്കെ സഞ്ജുവിനുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് സെഞ്ചുറി അടിച്ചു. അപ്പോൾ സഞ്ജുവിന് ഇനി ഓപ്പർച്യൂണിറ്റീസ് വരാതിരിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സഞ്ജു അത്രയും നല്ലൊരു പീക്ക് ഫോമിലാണ് ഇപ്പം കളിക്കുന്നത്. അപ്പോൾ രഞ്ജി ട്രോഫിയിലാണെങ്കിലും സഞ്ജുവിൻ്റെ നമ്മൾ കൂടെ ബാറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ആ ഒരു ഫോം എപ്പോഴും നമ്മൾ ആ സൗത്ത് ആഫ്രിക്കയിലെ 100 നമ്മൾ കണ്ടതാണ്. എന്നാൽ പോലും ഇപ്പോഴും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ IPL വരുന്നുണ്ട്, വലിയൊരു ടൂർണമെൻറ്റാണ് സഞ്ജുവിനെ സംബന്ധിച്ചോളം. കാരണം അതിൽ നല്ല ഒരു ടോപ്പ് ഒരു 5 റൺ ഗട്ടറിലാവുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ആ ഒരു ഓറഞ്ച് ക്യാപ്പ് നേടാൻ സാധിക്കുകയാണെങ്കിൽ സഞ്ജു T20 ടീമിൽ വരാൻ ചാൻസ് ഉണ്ട് ആസ് എ വിക്കറ്റ് കീപ്പർ.
അല്ലെങ്കിൽ ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനായിട്ട് കളിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം സഞ്ജു 1 ഡൗൺ ആണ് രാജസ്ഥാൻ റോയൽസിന് ബാറ്റ് ചെയ്യുന്നത്. അപ്പോൾ സഞ്ജുവും നല്ല ഒരു സഞ്ജുവിൻ്റെ കരിയറിൽ പീക്ക് ഫോമിലാണ് ബാറ്റ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും കുറേ ഇന്ത്യ ടൂർസ് വരുന്നുണ്ട്. അപ്പോൾ IPL കഴിയുമ്പോഴാണെങ്കിലും T20 വേൾഡ് കപ്പ് കഴിയുമ്പോഴാണെങ്കിലും കുറേ സീനിയർ പ്ലേയേഴ്സ് ട്രസ്റ്റ് കിട്ടും. അപ്പോൾ സഞ്ജുവിന് എനിക്ക് തോന്നുന്നു ആ ടീമിനെ ലീഡ് ചെയ്യാൻ വരെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ സഞ്ജുവിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു വിമർശനം എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ലഭിച്ച അവസരങ്ങൾ മുതലാക്കിയില്ല എന്നൊരു വിമർശനമുണ്ട്. പിന്നെ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ആദ്യമൊക്കെ സഞ്ജു കളിച്ചിരുന്നപ്പോൾ വലിയ ഷോട്ടുകൾക്ക് ശ്രമിച്ചിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് ആ ദക്ഷിണാഫ്രിക്കയിലെ ആ സെഞ്ചുറി ആണെങ്കിലും പിന്നെ അയർലൻഡ് പരമ്പരയിൽ ഒരു 40 റൺസ് അടിച്ചിട്ടുള്ളൂ. പക്ഷേ അത് കൃത്യമായിട്ട് നോക്കി കളിച്ച് സിംഗിളുകളൊക്കെ എടുത്ത് നല്ല പക്വതയോടെ മെച്യൂരിറ്റി ഉള്ള ഒരു ഇന്നിങ്സ് സഞ്ജു കളിച്ചു. അപ്പോൾ ഈ മെച്യൂരിറ്റി ഉള്ള ഇന്നിങ്സ് കളിക്കുന്നതല്ലേ ഒരു ആക്രമണ ശൈലിയേക്കാൾ നല്ലത് സഞ്ജുവിന്? എനിക്കൊന്ന് അത് സഞ്ജു ഇപ്പോൾ ഹീസ് 28 ഇയേഴ്സ് ഇപ്പം സഞ്ജുവിൻ്റെ ഒരു ഏജ് നോക്കുകയാണെങ്കിൽ. സോ ഇതിന് മുന്നേ നോക്കുകയാണെങ്കിലും നമ്മുടെ ആ ഒരു ക്രിക്കറ്റിലൊരു മെച്യൂരിറ്റി വരുന്നത് ഐ ഓൾവേസ് ബിലീവ് ആ ഒരു 28+ കഴിഞ്ഞിട്ടാണ് എന്നുള്ളതാണ്. ബസ് നമ്മുടെ ഇപ്പോൾ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് നോക്കുകയാണെങ്കിൽ ദേ ആർ ഓൾ മെച്യൂർഡ് ക്രിക്കറ്റേഴ്സ്. ഇപ്പം മൈക്ക് ഹസി ആയിക്കോട്ടെ, ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ക്രിക്കറ്ററാണ്. ഹീ സ്റ്റാർട്ടഡ് പ്ലേയിങ് ആഫ്റ്റർ 30 years old. ഓസ്ട്രേലിയ ടീം കളിച്ചതാണെങ്കിൽ 30 വർഷം ശേഷമാണ്. അപ്പം ആ ഒരു ഏജ് കൂടുന്തോറും മെച്യൂരിറ്റി നമ്മൾ കൂടും. ഇപ്പോൾ റീസെൻ്റായിട്ട് സഞ്ജുവിൻ്റെ ഇന്നിങ്സ് നോക്കുകയാണെങ്കിലും എല്ലാം പറഞ്ഞ പോലെ തന്നെ ആ മെച്യൂർഡ് ഇന്നിങ്സ് ആയിരുന്നു. എല്ലാം നമ്മൾ ആദ്യം തന്നെ കുറച്ച് സമയമെടുത്ത് വിക്കറ്റിൻ്റെ ശൈലിയൊക്കെ മനസ്സിലാക്കി ബോളേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കിയാണ് സഞ്ജു ആ ഒരു ഗെയിം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എനിക്കൊന്ന് സഞ്ജുവിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ശൈലിയാണ് ഇപ്പോൾ സഞ്ജു കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ കണ്ട ഇന്നിങ്സ് എല്ലാം നോക്കിയാൽ മതി. ഇപ്പോൾ രഞ്ജി ട്രോഫി ആണെങ്കിലും ഭയങ്കര ഈ വർഷം ഒരു ഡിഫറെൻറ്റ് ഒരു സഞ്ജു അപ്രോച്ചാണ് കണ്ടത്. സഞ്ജു നമ്മുടെ വിജയസാല ഒരു 100 അടിച്ചു. എനിക്കൊന്നും അത് വൺ ഓഫ് ദ ബെസ്റ്റ് 100 ആയിരുന്നു സഞ്ജുവിനെ ഞാൻ നേരിട്ട് കണ്ടത്. അപ്പം നേരത്തെയൊക്കെ നമ്മൾ കുറേ പാർട്ണർഷിപ്പ് കളിച്ചിട്ടുണ്ട്. അപ്പം എന്നാലും സഞ്ജു ഈ ഒരു വൺ ഡേയിൽ കളിച്ചത് ആ ടീമിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ടീമിൻ്റെ എപ്പോഴാണോ റൺ അടിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാണ് സഞ്ജു ഒരു 100 അടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് സഞ്ജുവിന് ആ സൗത്ത് ആഫ്രിക്കയിലും ഒരു 100 കിട്ടിയത്. അപ്പോൾ ആ 2 ഇന്നിങ്സും ഭയങ്കര മെച്യൂർഡ് ഇന്നിങ്സ് ആയിരുന്നു. അപ്പോൾ ഇനിയും ഈ ടൈപ്പ് ഇന്നിങ്സ് ആണെങ്കിൽ സഞ്ജുവിനെ ഒരു അൺസ്റ്റോപ്പബിൾ ആക്കും എന്ന് തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ യശസ്വി ജയ്സ്വാൾ 2 ഇരട്ട സെഞ്ചുറികൾ 2 ടെസ്റ്റ് മത്സരങ്ങളിലായിട്ട് നേടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അഗ്രസീവ് അപ്രോച്ച് അത് വിദേശ പിച്ചുകളിൽ പല താരങ്ങളിലും കാണുന്നില്ല. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറയാം? അല്ല, എപ്പോഴും നമ്മുടെ ആ ഹോം കണ്ടീഷൻസ് എപ്പോഴും നമുക്ക് യൂസ്ഡ് ആണ്. അപ്പോൾ എനിക്ക് യശസ്വി ഇതിന് മുന്നേ ആ സെയിം വിക്കറ്റിൽ രഞ്ജി ട്രോഫി എനിക്ക് കളിച്ചിട്ടുള്ളത് ഷുവറാണ്. അല്ലെങ്കിൽ ഇന്ത്യയെ മാച്ച് കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഭയങ്കര ഷുവറാണ്. വിജയ സാരെ കുറേ മാച്ചസ് T20 എല്ലാം നമ്മൾ ആ ഗ്രൗണ്ടിൽ കളിക്കുന്നതാണ്. അപ്പോൾ എനിക്കിപ്പം രാജ്കോട്ട് വിക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പറ്റും. കാരണം നമ്മളവിടെ കുറേ മാച്ച് നമ്മളവിടെ കളിച്ചിട്ടുണ്ട്. മുംബൈ മാച്ച് വാങ്കഡെ ഗ്രൗണ്ടിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്ന് നമുക്ക് അറിയാം. ഏത് സമയത്താണ് അവിടെ ബോളേഴ്സിന് ഹെൽപ്പ് ഉണ്ടാവുക, എപ്പോഴാണ് ബാറ്റ്സ്മാൻമാർ കൂടുതൽ റൺസ് അടിക്കുക എന്ന് അറിയാം. അപ്പം നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ എപ്പോഴും നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് എപ്പോഴും നല്ല ഫേവറായിട്ട് ബാറ്റ് ചെയ്യണം നമ്മൾ കണ്ടിട്ടുണ്ട്, അറിയാം. പക്ഷേ ഇനി ഒരു ടെസ്റ്റിംഗ് ഇപ്പോൾ യശസ്വിക്ക് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ നമ്മുടെ സർഫറാസ് ഖാൻ ആയിക്കോട്ടെ ഏത് പ്ലെയറിൻ്റെ ആ ഒരു ചലഞ്ച് വരാൻ പോകുന്നത് ഒരു ഫോറിൻ കണ്ടീഷനിൽ ചെല്ലുമ്പം എങ്ങനെയാണ് അവരുടെ ഗെയിം മാറ്റുന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ആ മെച്യൂരിറ്റി ഇല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ആണ് അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്ന സംഭവം. അപ്പോൾ ചില ക്രിക്കറ്റേഴ്സ് നോക്കിയാൽ മതിയും കുറേ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ ഇവിടെ ഇന്ത്യയിൽ നല്ല പെർഫോം ചെയ്യും, ബട്ട് പുറത്ത് പോകുമ്പോഴത്തേക്കും അവർ ആ ഒരു അവിടെ ബോൾ സ്വിങ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ടെക്നിക്ക് വരെ ആയിക്കോട്ടെ ഔട്ടാവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് വിരാട് കോഹ്ലി കളിച്ച കുറേ ഇന്നിങ്സ്. നമ്മൾ ഇംഗ്ലണ്ടിൽ ഓസ്ട്രേലിയ പോയിട്ടൊക്കെ ഫസ്റ്റ് എഡ്ജ് എടുക്കുമ്പോഴും അത് കഴിഞ്ഞിട്ട് പുള്ളി ആ കുറേ നേരത്തേക്ക് പുള്ളിയുടെ ടെക്നിക്ക് മാറ്റി നല്ല ക്ലോസ് ടു ദ ബോഡി കളിച്ച് സർവൈവ് ചെയ്യണം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സെഞ്ചുറി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ എനിക്കൊന്ന് എനി പ്ലെയർ ക്യാൻ സ്കോർ. ഹോമിലായിക്കോട്ടെ എവേ ആയിക്കോട്ടെ ദേ ക്യാൻ സ്കോർ റൺസ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ബാസ്ബോൾ അപ്രോച്ചാണ് ഇന്ത്യൻ താരങ്ങൾ കളിക്കുന്നത്. യശസ്വി ജയ്സ്വാൾ ആണെങ്കിലും ശുഭ്മാൻ ഗിൽ ആണെങ്കിലും വേഗത്തിൽ റണ്ണടിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇത് ഇപ്പോൾ ഒരു 4 വിക്കറ്റ് പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ പിന്നീട് ഒരു മത്സരം സ്ലോ ആകാറുണ്ട് സ്വാഭാവികമായിട്ടും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു അഗ്രസീവ് അപ്രോച്ച് ചിലപ്പോൾ സഹായിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ടെസ്റ്റ് ടീം പല ജയിക്കാൻ കഴിയുന്ന മത്സരങ്ങളും അത് തോൽക്കാനുള്ള സാധ്യതയില്ലേ? അല്ല, ആ ഒരു അപ്രോച്ച് എല്ലാ തവണ ഹെൽപ്പ് ചെയ്യണമെന്നുമില്ല. അപ്പം നമ്മൾ പറഞ്ഞ കാര്യമാണെങ്കിലും എന്നാൽ ഇപ്പം ആ ഒരു വിക്കറ്റിൽ നോക്കുമ്പോൾ എല്ലാം സ്പിൻ ഫ്രണ്ട്ലി വിക്കറ്റ്സ് ആണ്. ഇത് നമ്മൾ കളിച്ച് ഇപ്പം വിശാഖപട്ടണം ആയിക്കോട്ടെ ഇപ്പോൾ രാജ്കോട്ട് ആയിക്കോട്ടെ എല്ലാ സ്പിന്നേഴ്സിനെയാണ് ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പോയാലും അവർ ഫാസ്റ്റ് വിക്കറ്റ് ഇടും. ആ ഒരു ഹോം
അതിനെ ഫേവർ ചെയ്യുന്ന വിക്കറ്റ്സ്, അവർക്ക് ടീമിനെ ഫേവർ ചെയ്യുന്ന വിക്കറ്റ്സ് അവരിടാറുണ്ട്. അപ്പോൾ ഇന്ത്യൻ കണ്ടീഷനിൽ കാരണം ഇംഗ്ലണ്ടിൻ്റെ സ്പിന്നേഴ്സ് എല്ലാം അൺഎക്സ്പീരിയൻസ്ഡ് ആണ്, വലിയ സ്പിന്നേഴ്സൊന്നും അവർക്ക് ഇല്ല. അതുകൊണ്ടാണ് നമ്മളും നമ്മുടെ ഹോം കണ്ടീഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു 4 വിക്കറ്റ് പോവുകയാണെങ്കിൽ പോലും ആ സമയത്ത് ഇപ്പോൾ നമ്പർ 5 നമ്പർ 6 ബാറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അങ്ങനെ പോയി കളിക്കുന്ന പ്ലേയേഴ്സ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു സിറ്റുവേഷൻ പ്ലേ ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് പോയിട്ട് വീണ്ടും പോയി അടിക്കാൻ നോക്കിയാൽ യു ആർ നോട്ട് പ്ലേയിങ് ഫോർ ദ ടീം. നമ്മൾ ആ ജസ്റ്റ് നമുക്ക് കിട്ടിയ ഒരു പ്രഷർ സിറ്റുവേഷൻ നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് വരുന്നതാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കേരള ടീമിൽ ബാറ്റ് ചെയ്യുമ്പോഴും ഞാൻ നമ്പർ 4 ബാറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും പല സമയത്ത് നമ്മൾ ഒരു 2 for 2 അല്ലെങ്കിൽ 10 for 2 എന്നാണ് ഞാൻ ബാറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് പോയിട്ട് ഞാൻ പോയി എൻ്റെ ഇഷ്ടം അനുസരിച്ച് കളിച്ച് ഔട്ട് ആവുകയാണെങ്കിൽ ആസ് എ സീനിയർ ക്രിക്കറ്റർ, ആസ് എ ഒരു മെമ്പർ എന്ന ടീമിൽ ഐ എം നോട്ട് ഡൂയിങ് ജസ്റ്റിസ് ടു മൈ ബാറ്റിംഗ് ആൻഡ് ടു ദ ടീം സ്കോർസ്. അതാണ് ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ആ ടീമിനനുസരിച്ച് കളിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 4 വിക്കറ്റ് പോവുകയാണെങ്കിൽ ദർ ഷുഡ് ബി എ പാർട്ണർഷിപ്പ്. അത് കഴിഞ്ഞിട്ട് ടീമിന് ഒരു നല്ല സ്കോർ എത്തിയിട്ട് യു ക്യാൻ പ്ലേ അറ്റ് ടൈം. ആ സമയത്ത് നമ്മൾ സെറ്റും ആവും, ആ സമയത്ത് കുറേ റൺസ് നമുക്ക് അടിക്കാൻ പറ്റും. അപ്പം അങ്ങനെ കളിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ച് വരുന്ന ഒരു ഗുരുതര ആരോപണമാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ലോബിയാണ് ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് ഭരിക്കുന്നത്. ഡൽഹിയിൽ നിന്നാണ് കൂടുതൽ താരങ്ങൾ, മുംബൈയിൽ നിന്നാണ് കൂടുതൽ താരങ്ങൾ, ഈ സൗത്ത് മേഖലയിലേക്ക് അവർ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അങ്ങനെ ഒരു ആരോപണമുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? ഇല്ല, അത് ഞാൻ ഈ ഒരു സംഭവം ഞാൻ ചെറുപ്പം പോലെ കേൾക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഞാൻ ആസ് എ ക്രിക്കറ്റർ എനിക്കത് നോ പറയേണ്ടി വരും. കാരണം ഞാൻ പെർഫോം ചെയ്ത സമയത്തൊക്കെ എനിക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പം സൗത്തിൽ ഹൈ സ്ട്രെങ്ത് ആകുമ്പോഴത്തേക്ക് എനിക്ക് ദിയോദർ ട്രോഫി കളിച്ചു, ഇന്ത്യ എ കളിച്ചു, ഇന്ത്യ ബി കളിച്ചു, ഇന്ത്യൻ ഗ്രീൻ ടീമിന് വേണ്ടി കളിച്ചു, ദുലീപ് ട്രോഫി കളിച്ചു, ഡിഫറെൻറ്റ് IPL ടീമിൽ കളിച്ചു. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു ലോബി ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഈ സൗത്തിൽ നിന്നുള്ള പ്ലേയേഴ്സിനെ ഒന്നും കിട്ടില്ല. ഇപ്പം സൗത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യ കളിച്ച പ്ലേയേഴ്സ് സൗത്തിൽ നിന്നാണെന്ന് എനിക്ക് കുറേ ക്രിക്കറ്റേഴ്സ് നമുക്ക് നെയിം ചെയ്യാൻ പറ്റും. IPL കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിലും സൗത്തിൽ നിന്ന് കുറേ ക്രിക്കറ്റേഴ്സ് എനിക്ക് നെയിം ചെയ്യാൻ പറ്റും. കേരളത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് പ്ലേയേഴ്സിന് വരാത്തതിൻ്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബിക്കോസ് നമുക്കൊരു ചാമ്പ്യൻഷിപ്പ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഫൈനൽ നമ്മൾ കളിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ രഞ്ജി ട്രോഫി കൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ആ ഒരു പ്ലേയേഴ്സ് വരാത്തതിൻ്റെ ഒരു കാരണം. ഇപ്പോൾ നോർത്ത് ഇന്ത്യ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ വെസ്റ്റ് സോൺ നോക്കുവാണെങ്കിൽ, മുംബൈ ക്രിക്കറ്റ് നോക്കുവാണെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ലാസ്റ്റ് 5 years രഞ്ജി ട്രോഫി നോക്കുവാണെങ്കിൽ അവർ ഒരു മാക്സിമം ഒരു 4 times അവർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ 4 times ഒരു 2 തവണ കപ്പ് അടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് അവരുടെ പ്ലേയേഴ്സിന് കൂടുതൽ ഒരു പരിഗണന, നമ്മുടെ പ്ലേയേഴ്സിനേക്കാളും മുൻഗണന അവർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ BCCIയിലായാലും അല്ലെങ്കിൽ രാജ്യത്തെ നിരവധി ക്രിക്കറ്റ് അസോസിയേഷനുകളിലായാലും ഈ രാഷ്ട്രീയക്കാരുടെ ഒരു സുപ്രധാന റോളുകളിൽ രാഷ്ട്രീയക്കാരാണ് വന്നിരിക്കുന്നത്. അവർക്ക് കായികപരമായ കാര്യങ്ങൾ അറിയില്ല, അല്ലെങ്കിൽ അവർ ക്രിക്കറ്റുമായി ബന്ധമില്ലാത്തവരിങ്ങനെ ഒരു പൊസിഷനിൽ വരുന്നു, കായിക മേഖലയായിട്ട് ബന്ധമില്ല. ഇങ്ങനെയുള്ളവരാണ് ക്രിക്കറ്റിനെ പിന്നോട്ടടിക്കുന്നത് എന്നൊരു ആരോപണമുണ്ട്. അതെത്രത്തോളം ശരിയാണ്? അല്ല, അത് നമുക്ക് ആസ് എ ക്രിക്കറ്റർ എനിക്ക് അതിൽ ഒരു കൺട്രോൾ ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇപ്പം നമ്മൾ കൺട്രോൾ ഇല്ലാത്തൊരു കാര്യത്തിൽ ഇപ്പം ക്രിക്കറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ ബാറ്റിങ്ങിൽ ഇത് ചെയ്യാണ്. അപ്പോൾ റെസ്റ്റ് ഓഫ് ദി തിങ്സ് അതിൻ്റെ വേറെയുള്ള കാര്യങ്ങൾ എനിക്ക് കൺട്രോൾ ചെയ്യാത്ത കാര്യം ചെയ്താണെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് മൈ ഗെയിം എന്നുള്ള ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരു ആളാണ്. പക്ഷെ അതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആസ് എ ക്രിക്കറ്റർ എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇറ്റ് വിൽ ഹാപ്പൻ. എനിത്തിങ് ഏതൊരു ക്രിക്കറ്റിൽ മാത്രമല്ല എനി ഫീൽഡ് നോക്കുകയാണെങ്കിലും ഇറ്റ് വിൽ ഹാപ്പൻ. പക്ഷേ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാനത് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് എനിക്കതിൽ താല്പര്യമുള്ളൂ. ഇപ്പോൾ അജിത് അഗാർക്കറിനെ പോലെ ഒരു വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം സെലക്ഷൻ കമ്മിറ്റിയിൽ വന്ന ശേഷം, മുമ്പ് ചേതൻ ശർമ്മയായിരുന്നു എങ്കിൽ പോലും അജിത് അഗാർക്കർ വന്ന ശേഷം കൂടുതൽ യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നീതി അജിത് അഗാർക്കറിൻ്റെ ഭാഗത്തു നിന്നും മുൻ സെലക്ടേഴ്സിനെ അപേക്ഷിച്ച് ഉണ്ടാകുന്നില്ലേ? അജിത് അഗാർക്കറും അല്ലെങ്കിൽ ചേതൻ സാർ എല്ലാം ഒരു ക്രിക്കറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ അവർക്കറിയാം ആ ഒരു എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പ്ലെയറിന് ആ ഒരു കോള് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം. ഇപ്പം നാളെ ഞാനിപ്പം എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ നമ്മുടെ യങ്സ്റ്റേഴ്സ് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ സമയത്താണ് ഒരു യങ്സ്റ്റേഴ്സ് എന്നുള്ളൊരു സംഭവത്തിൽ പോകുന്നത്. ഹൂ ആർ പെർഫോം റിയലി വെൽ ഫോർ ദ ടീം, അല്ലെങ്കിൽ ഹൂ ആർ ഈസ് ഡൂയിങ് റിയലി വെൽ ഇൻ ഡൊമസ്റ്റിക് സർക്യൂട്ട്, അവർക്ക് ആ ഒരു അതിൻ്റെ ഒരു പ്രൈസായിട്ട് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം തന്നെയാണ് എപ്പോഴും ബിലീവ് ചെയ്യുന്നത്. അപ്പം അതിലെനിക്ക് ഏറ്റവും എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ ശ്രീബായിട്ടാണ്. ശ്രീ ഞാൻ എപ്പോഴും ഒരു ടോപ്പ് എൻ്റെ ഒരു സ്വന്തം ബ്രദറിനെ പോലെ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശ്രീ എപ്പോഴും എന്നോട് പറയും, ഈ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ, സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ് എന്നുള്ളൊരു കാര്യം. ഇഫ് യു ക്യാൻ ഡു വെൽ, ഇഫ് യു ക്യാൻ ഫ്ലൈ, യു ഫ്ലൈ.
ഹയർ എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴും അത് ബിലീവ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഐ ക്യാൻ ഓൾസോ ഫ്ലൈ. സർഫറാസ് ഖാനെ ഈയിടെയാണ് ഇന്ത്യൻ ടീമിലേക്ക് ഒരു അവസരം ലഭിച്ചത്. പലരും പറഞ്ഞിട്ടുള്ളത് സർഫറാസ് ഖാൻ ഇതിനു മുമ്പേ ഇന്ത്യൻ ടീമിൽ കളിക്കേണ്ടതായിരുന്നു. ചില ആഭ്യന്തര പ്രശ്നങ്ങൾ, ഒന്നാമത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം, പിന്നെ രണ്ടാമത്തെ കാര്യം ബോഡി, അദ്ദേഹത്തിന് ഒരല്പം വണ്ണം കൂടുതലാണ്. ഇക്കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിനെ ഇന്ത്യൻ ടീമിലേക്ക് എടുക്കാൻ വൈകിയത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷന്? അല്ല, എവരിവൺ അല്ല, എല്ലാവരുടെയും ജേർണിയും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ ജേർണി ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ സർഫറാസ് ഖാൻ്റെ ജേർണി ഡിഫറെൻ്റ് ആണ്, ശ്രീശാന്തിൻ്റെ ജേർണി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഒരു ജേർണിയിൽ എപ്പോഴും അവർക്ക് ഒരു സംഭവം കിട്ടുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവം അവർക്ക് ആ റൈറ്റ് ടൈമിൽ കിട്ടും. അപ്പോൾ അത് തന്നെയാണ് നമ്മളും എല്ലാ ക്രിക്കറ്റർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ റഷ് ചെയ്തിട്ട് നമുക്ക് ഒരു കാര്യവും നമുക്ക് കിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വെയിറ്റിംഗ് വർത്താണ്. അപ്പോൾ എനി ടൈം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കരിയറിൽ അല്ലെങ്കിൽ ആ ഒരു ജേർണിയിൽ നമുക്ക് എനി ടൈം നമുക്ക് ആ ഒരു കോൾ അല്ലെങ്കിൽ അത് കിട്ടും. അപ്പം അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഫിറ്റ്നസ്, നമ്മുടെ സ്കില്ല്, നമ്മുടെ ടാലൻറ്റ്, അതിനൊക്കെ നമ്മൾ 100% ഡെയിലി അതിന് നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് വാട്ട് എവർ ഈസ് ദെയർ ഇറ്റ് വിൽ കം. ഇപ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ ലോകോത്തര താരങ്ങളാണ്. ഇന്ത്യൻ ടീമിൽ ഇവരുടെ ഒരു സാന്നിധ്യം, ആളുകൾ ഇപ്പോഴും ക്രിക്കറ്റ് കാണുന്നതിനൊരു കാരണം തന്നെ ഇവരുടെ ഒരു സാന്നിധ്യമാണ്. പക്ഷേ ഇവർക്ക് ശേഷം ഇന്ത്യൻ ടീമിലൊരു ലോക ക്രിക്കറ്റിലേക്കൊരു ഐക്കൺ ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അത് ഇന്ത്യൻ ടീമിനൊരു തിരിച്ചടിയാകില്ലേ? യെസ്, പറഞ്ഞ കംപ്ലീറ്റ്ലി ഒരു ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇതിനു മുന്നേ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് സൗരവ് ഗാംഗുലി ഉണ്ടായിരുന്നു, സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ശേഷം ആരെന്നുള്ള രീതിയിലാണ് വന്നത്. ആ സമയത്താണ് നമുക്ക് വിരാട് കോഹ്ലി വന്നു, രോഹിത് ശർമ്മ വന്നു. ഒബ്വിയസ്ലി കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ഇറ്റ്സ് വേൾഡിൽ തന്നെ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്, ഇറ്റ്സ് എ ബിഗ് തിങ്. അപ്പം കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ക്രിക്കറ്റിൽ ഇനി എന്നുള്ള രീതിയിൽ ഇവരുടെ പ്ലേയേഴ്സ് പോവുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് തീർന്നു. ശ്രീലങ്കൻ ക്രിക്കറ്റിൽ നോക്കിയാൽ മതി, അവരുടെ ബിഗ് നെയിംസ് മുത്തയ്യ മുരളീധരൻ സർ, സംഗക്കാര, അവരൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ടീമും ഭയങ്കര ഡൗണായി. ബാക്കി എല്ലാ ടീമും നോക്കുകയാണെങ്കിലും ഒരു ഡൗൺഫാളിലോട്ടാണ് പോകുന്നത്. ബട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ടാലൻറ്റഡ് പ്ലെയേഴ്സ് തന്നെയാണ്. ഇപ്പം നേരത്തെ നമ്മൾ ഒരു വേൾഡ് കപ്പ് ഇതിൽ ഹർദിക് പാണ്ഡ്യയുടെ കമൻ്റ് ആയിരുന്നു, നമുക്ക് വേണമെങ്കിൽ 3 ടീം വേൾഡ് കപ്പിന് കളിക്കാനുള്ള ടീംസ് നമുക്ക് ഉണ്ടെന്നുള്ളൊരു കാര്യം. അപ്പോൾ ഒരു ബെഞ്ച് സ്ട്രെങ്ത് ഭയങ്കര കൂടുതലാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ. ഇപ്പം നാളെ രോഹിത് ശർമ്മയിൽ വിരാട് കോഹ്ലി പോവുകയാണെങ്കിൽ എനിക്ക് ആ പൊസിഷനിൽ ഇപ്പം ജസ്വാൾ, ആ ഒരു രോഹിത് ശർമ്മയുടെ ആ ഒരു ഹിറ്റ്മാൻ എന്നുള്ള രീതിയിലോട്ട് ജസ്വാൾ ഉയരുന്നുണ്ട്. വിരാട് കോഹ്ലിയുടെ ആ ഒരു കമ്പോഷറിലോട്ട് ശുഭ്മൻ ഗില്ല് വരുന്നുണ്ട്, ആ ഒരു ടൈപ്പ് ബാറ്റിങ്ങിൽ വരുന്നുണ്ട്. ഇപ്പോൾ കുറേ പ്ലേയേഴ്സ് അങ്ങനെ വരുന്നുണ്ട്. കുറേ പ്ലേയേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് കാത്ത് എന്നെ പോലെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ആ ഒരു ഇവർ പോയാൽ തന്നെയും ഇന്ത്യൻ ക്രിക്കറ്റ് എപ്പോഴും വേൾഡ് ക്രിക്കറ്റിൽ എപ്പോഴും ടോപ്പിൽ തന്നെ നിൽക്കും തന്നെയാണ് എൻ്റെ ഒരു വലിയൊരു ബിലീഫ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ലോകകപ്പിൻ്റെ ഫൈനലിൽ പരാജയപ്പെട്ടു. പക്ഷേ നമുക്ക് ലോകകപ്പിൻ്റെ ഫൈനലിൽ എത്തുക എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമായി ഇപ്പം മാറിയിട്ടുണ്ട്. ശ്രീലങ്കയെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും, നെതർലാൻഡ്സിനെ, അതുപോലെ ചെറിയ ചെറിയ ടീമുകളെ നമുക്ക് എന്തായാലും 4 മത്സരങ്ങൾ എന്തായാലും വെറുതെ ജയിക്കാൻ പറ്റും. പിന്നെ 1-2 ഒരു ശക്തമായ ഓസ്ട്രേലിയയോ പാകിസ്ഥാനെയോ പോലെയുള്ള 2 ടീമുകളെ പരാജയപ്പെടുത്തിയാൽ നമ്മൾ സെമിയിലെത്തി. ഒരു മത്സരത്തോടെ ജയിച്ചപ്പോൾ ഫൈനലിൽ എത്തി. അത് അത്ര എളുപ്പത്തിൽ നേടിയ ഒരു ഫൈനൽ എന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഫൈനലിൽ ഒരു തോൽവി, അപ്പം നമ്മൾ 3 മത്സരങ്ങളുടെ ഒരു പരമ്പര കളിക്കുകയാണെങ്കിൽ അതിൽ 2 ജയിച്ചു, 1 പരാജയപ്പെട്ടു. അത്തരത്തിലുള്ള ഒരു ഫൈനൽ തോൽവി ആയിരുന്നു നമുക്ക്. ഓസ്ട്രേലിയയോട് നമ്മൾ മുമ്പൊന്ന് ജയിച്ചു, ഇത്തവണ അവർ നമ്മളെ പരാജയപ്പെടുത്തി. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് മാത്രമാകുകയല്ലേ ഈ ക്രിക്കറ്റ് എന്നത്? അതൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയല്ലേ? നമ്മൾ തമാശയ്ക്ക് നമ്മൾ പറയും, നമ്മൾ കേരള ടീമും ഇന്ത്യൻ ടീമും ഭയങ്കര ഒരു സാമ്യമുള്ള ഒരു സംഭവമാണ്. നമ്മൾ കേരള ടീം നമ്മൾ എല്ലാ വർഷവും നമ്മൾ ക്വാർട്ടർ ഫൈനൽ കളിക്കും, ഈസിയിൽ കളിക്കും, പക്ഷേ നമ്മൾ അങ്ങോട്ട് മുളിയാൻ പറ്റുന്നില്ല. ഇന്ത്യൻ ടീം ആണെങ്കിലും എല്ലാ വർഷവും ഈസി ആയിട്ട് ഫൈനലിൽ എത്തും, പക്ഷേ കപ്പടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ തമാശയ്ക്ക് എപ്പോഴും ഈ കാര്യങ്ങൾ പറയാറുണ്ട്. ആസ് യു സെഡ്, ആ ഒരു കാര്യം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് അത്രയും ടാലൻറ്റഡ് പ്ലേയേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയുടെ ഇപ്പോഴത്തെ ആ ഒരു പോകുന്ന പുതിയ പ്ലേയേഴ്സ് ആണെങ്കിലും നമ്മൾ അത്രയും ഒരു ഓസ്ട്രേലിയ ആ ഒരു നെയിം ചെയ്ത അത്രയും പ്ലേയേഴ്സിൻ്റെ അത്രയും ഒരു ടാലൻ്റുള്ള പ്ലേയേഴ്സ് അല്ല ഇപ്പം വരുന്നത്. അപ്പോൾ എനിക്കൊന്ന് ഇപ്പോഴത്തെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് കഴിഞ്ഞാൽ
എനിക്ക് തോന്നുന്നു അവർക്ക് വേറെ പ്ലേയേഴ്സ് ഇല്ല. ഇപ്പോൾ ഡേവിഡ് വാർണർ ഇപ്പം റിട്ടയർ ചെയ്തു. ഇനി വരാൻ പോകുന്ന ഓപ്പണർ എങ്ങനെയാവും നമുക്കറിയത്തില്ല. അത്രയും ഒരു ഇത് കിട്ടുമോ എന്ന് പോലും, റൺസ് അടിക്കുമെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് തന്നെയാണ് എപ്പോഴും ആ ഒരു ടോപ്പിൽ എന്തായാലും നിയർ ഫ്യൂച്ചറിൽ തന്നെ. ഇപ്പോൾ T20 വരുന്നുണ്ട്. ഇനി ആ ഒരു കപ്പ് ഇന്ത്യൻ ടീമിന് കിട്ടട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. തീർച്ചയായും നമ്മളൊക്കെ വലിയ കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ഇന്ത്യൻ ടീമിലേക്കുമൊക്കെ എത്തുന്നത്. പക്ഷേ ഒരു കാര്യമുള്ളത്, സച്ചിൻ തെണ്ടുൽക്കറിനെ കുറിച്ച് പറയുന്ന ഒരു കമൻ്റാണ്, അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാൻ ആദ്യം ഗ്രൗണ്ടിൽ എത്തും, പരിശീലനത്തിലായി ആദ്യം ഗ്രൗണ്ടിലെത്തും, ഏറ്റവും അവസാനമാണ് സച്ചിൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം അദ്ദേഹം അത്രയും വലിയൊരു ഇതിഹാസമായി മാറി. അതുപോലെ വലിയൊരു പ്രാക്ടീസായി ഉണ്ടായാൽ മാത്രമല്ലേ നമ്മുടെ താരങ്ങൾ ഇതിഹാസങ്ങളിലേക്കൊക്കെ പോവുകയുള്ളൂ. അങ്ങനെയുള്ള താരങ്ങൾ ഉണ്ടായാലല്ലേ ക്രിക്കറ്റ് ഇനിയും മുന്നോട്ട് പോവുകയുള്ളൂ. യെസ്, കംപ്ലീറ്റ്ലി. അത് ഭയങ്കരമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നൊരു ഒരു വേർഡാണ്. നമ്മൾ ഗ്രേറ്റ് പ്ലേയേഴ്സ് എപ്പോഴും, ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കർ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ. അപ്പം ദർ ഈസ് ഗുഡ് പ്ലേയേഴ്സ് ആൻഡ് ഗ്രേറ്റ് പ്ലേയേഴ്സ്. അപ്പം ആ ഗ്രേറ്റ് പ്ലേയേഴ്സിൽ കാറ്റഗറി പെടുന്ന ആൾക്കാരാണ് ആ ഒരു ലെജൻഡ്സ് കാറ്റഗറിയിലോട്ട് പോകുന്നത്. അപ്പം ഗുഡ് പ്ലേയേഴ്സ് ചെയ്യുന്ന ഒരു അത്രയും ഗുഡ് പ്ലേയേഴ്സ്, ഇപ്പോൾ ടെണ്ടുൽക്കർ പറഞ്ഞ പോലെ ആദ്യം ഗ്രൗണ്ടിൽ വരും, ലാസ്റ്റ് പോകും. ഈവൻ എ ഗുഡ് പ്ലെയർ വിൽ കം ലാസ്റ്റ്, ഫസ്റ്റ് പോകും. അപ്പോൾ അവർക്ക് അത്രയും ഒരു ഗ്രൗണ്ടിലാണ് അവർ സമയം കണ്ടെത്തുന്നത്. അപ്പോൾ അത്രയും ഗ്രൗണ്ടിൽ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ടെണ്ടുൽക്കറിന് അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറിന് ആ ഒരു ഇത്രയും റൺസ് അടിക്കാൻ പറ്റുന്നതാണ് ബിലീവ് ചെയ്യുന്നത്. കാരണം ആ ഒരു ഗ്രൗണ്ടായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, അപ്പോൾ അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ഗുഡ് പ്ലെയർ എപ്പോഴും ഒരു 3 to 4 hours ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഗ്രേറ്റ് പ്ലെയർ അത് 6 to 8 hours ആക്കുകയാണ്. അപ്പം അവിടെ ആ ഒരു ഡെയിലി 4 hours ഗ്യാപ്പ് വരികയാണ്. അപ്പോൾ ആ ഗ്രേറ്റ് പ്ലെയർ 4 hours ഡെയിലി പ്രാക്ടീസ് കൂടുമ്പോഴത്തേക്കും 10 ദിവസത്തിൽ അത് 40 മണിക്കൂറായിട്ട് കൂടുകയാണ്. അപ്പം ഗ്രേറ്റ് പ്ലെയർ എപ്പോഴും ആ ഒരു 40 മണിക്കൂറാണ് ഒരു 10 ദിവസം ചെയ്യുന്നതെങ്കിൽ ഗ്രേറ്റ് പ്ലേയേഴ്സ് 80 hours ആക്കുകയാണ്. ഗുഡ് പ്ലേയേഴ്സ് 40 മണിക്കൂർ വർക്ക് ചെയ്യുന്നുള്ളൂ, ഗ്രേറ്റ് പ്ലേയേഴ്സ് 80 hours വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഡിഫറൻസിലാണ് അവർ ഗ്രേറ്റ്നെസ് ആവുന്നതും ഗുഡ് പ്ലേയേഴ്സ് എപ്പോഴും ആ ഒരു ഇതിൽ നിൽക്കുന്നതും. അപ്പോൾ അത് ഞാൻ നമ്മളെ ബുക്കൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ ലെജൻസിൻ്റെ ഒക്കെ അവരുടെ വീഡിയോ കാണുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യങ്ങളാണ്, ഹൗ എ ഗുഡ് പ്ലെയർ ആൻഡ് എ ഗ്രേറ്റ് ഡിഫറൻസ്, ഗുഡ് പ്ലെയേഴ്സിൻ്റെയും ഗ്രേറ്റ് പ്ലെയേഴ്സ് ഡിഫറൻസ് അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ എപ്പോഴും ആ ഒരു ഗ്രേറ്റ്നെസ്സിൽ നിൽക്കുന്നത്. ഇപ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തമ്മിൽ കമ്പയർ ചെയ്യണം, അവരിൽ ആരാണ് ഏറ്റവും മികച്ച താരമെന്ന് ഒരു ചോദ്യമുണ്ട്. എങ്കിൽ പോലും രോഹിത് ശർമ്മ ഒരു ദിവസം ഒരു പ്രാക്ടീസ് കുറച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു നാച്ചുറൽ ടാലൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ വിരാട് കോഹ്ലിയെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം നാച്ചുറൽ ടാലൻറ്റിനേക്കാളും കൂടുതൽ ഹാർഡ് വർക്കിൻ്റെ ഒരു കളിക്കാരനാണ്. ഇവരെ മുൻ താരങ്ങളെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഈ സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ പിൻഗാമിയാണ് വിരാട് കോഹ്ലി, അങ്ങനെ കമ്പയർ ചെയ്യാൻ കഴിയുമോ? അല്ല, ഞാൻ എനിക്ക് വിരാട്ടായിട്ട് ഞാൻ ശരിക്കും ക്ലോസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്ത അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഞാനും പഠിച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയോടെയാണ് വിരാട് കോഹ്ലി. കാരണം അദ്ദേഹത്തിൻ്റെ വർക്ക് എത്തിക്സ് വേറെ ലെവലിലാണ്. പുള്ളിയുടെ വർക്ക് എത്തിക്സ്. രോഹിത് ശർമ്മയോട് ഞാൻ കളിച്ചിട്ടില്ല, പക്ഷേ നമ്മൾ ഇപ്പോൾ കൂടെ കളിച്ച പ്ലേയേഴ്സൊക്കെ പറയുകയാണെങ്കിൽ ഹീസ് എ നാച്ചുറൽ ഒരു ഇതാണ്. പക്ഷേ വിരാട് കോഹ്ലിയുടെ അത്രയും ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു പ്ലെയർ അല്ല. ഹി ഗോട്ട് നാച്ചുറൽ സ്കിൽസ്. ഇപ്പോൾ ടെണ്ടുൽക്കർ ആണെങ്കിലും ഹി ഗോട്ട് നാച്ചുറൽ തിങ്. ഇപ്പോഴത്തെ ഒരു ക്രിക്കറ്റ് ഏരിയയിൽ നോക്കുവാണെങ്കിൽ കളികൾ കൂടുതലാണ്. ഇപ്പോൾ T20 കഴിഞ്ഞു നേരെ ടെസ്റ്റ് കഴിഞ്ഞു നേരെ വൺ ഡേ കഴിഞ്ഞു നേരെ T20. പക്ഷേ കുറച്ചുകൂടി ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ 5 വർഷം ബാക്കിൽ നോക്കുവാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. അപ്പോൾ ഇവരിപ്പോൾ ടെസ്റ്റ് കളിച്ചു, നേരെ കളിക്കാൻ പോകുന്നത് അടുത്ത IPL കളിച്ചു, നേരെ കളിക്കാൻ പോകുന്നത് T20 കഴിഞ്ഞു, അടുത്ത കളിക്കാൻ പോകുന്നത് അടുത്ത ഒരു വൺ ഡേ ടൂർണമെൻ്റാണ്. അപ്പം മാച്ചസിൻ്റെ എണ്ണം കൂടുകയാണ്. അപ്പം അത്രയും ഫിറ്റായിട്ടിരിക്കുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വിരാട് കോഹ്ലി, ഇപ്പോൾ രോഹിത് ശർമ്മ ഒരു കമൻറ്റ് പറഞ്ഞു വിരാട് കോഹ്ലിയെ കുറിച്ച്. വിരാട് കോഹ്ലി ഈസ് ദ ഒൺലി പ്ലെയർ, നമുക്ക് നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി ഉണ്ട് ബാംഗ്ലൂരിൽ. അപ്പം ആരൊക്കെയാണോ അവിടെ നമുക്ക് ഇഞ്ചുറി ആയി പോകുന്നത്, ദേ ഹാവ് ടു റിപ്പോർട്ട്. അവിടെ നിന്നാണ് നമുക്ക് ഫിറ്റ്നസ് ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ വിരാട് കോഹ്ലി ഒറ്റ പ്ലെയർ മാത്രമേ ഉള്ളൂ ഇത്രയും നാളായിട്ടും ICCയിൽ പോവാത്തൊരു ഇന്ത്യൻ പ്ലെയർ എന്നുള്ള കാര്യം. ബാക്കി എല്ലാവരും ഇഞ്ചുറി ആയിട്ട് അവിടെ പോയിട്ടുണ്ട്. അപ്പം അത്രയും വർക്ക് എത്തിക്സും അത്രയും വിരാട് കോഹ്ലിയുടെ ആ ഒരു ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടാണ് വിരാട് കോഹ്ലി ആ ഒരു NCL അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി വരാതെ ഇപ്പോഴും കളിക്കുന്നത്. അപ്പം അത് തന്നെയാണ് എല്ലാ പ്ലേയേഴ്സിൻ്റെയും, എസ്പെഷ്യലി ഫോർ മീ, ഒരു ഭയങ്കര ഒരു മോട്ടിവേഷനാണത്. നേരത്തെ ഈ ക്രിക്കറ്റ് മത്സരങ്ങൾ തമ്മിൽ, ഒരു പരമ്പരകൾ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു ടെസ്റ്റ് പരമ്പര കഴിഞ്ഞ ഒരു ഏകദിന പരമ്പര കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു മത്സരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്, അടുത്ത പരമ്പര ആരുമായിട്ടാണ്. ഇപ്പോൾ അങ്ങനെയില്ല, അടുത്തടുത്ത പരമ്പരകൾ വരുന്നു. ഈ ലോകകപ്പ് കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ ഒരു ഓസ്ട്രേലിയൻ 2020 സീരീസ് വന്നു. ഇപ്പോൾ ഇന്ത്യയിലെ ആളുകൾ ആ ഒരു ലോകകപ്പ് നഷ്ടത്തിൻ്റെ ഒരു
ഇതിൽ നിന്ന് പോലും മോചിതനാകുന്നതിന് മുമ്പായിരുന്നു ആ 2020 പരമ്പര വന്നത്. ഇത്രയും കഠിനമായിട്ട് കളിക്കാൻ ഇന്ത്യൻ താരങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ, അത് എങ്ങനെയാണ്? അല്ല, അതിലിപ്പം നോക്കുകയാണെങ്കിൽ ആ ഒരു കുറേ ബഞ്ച് ഓഫ് പ്ലേയേഴ്സിനെ വെച്ച് ഇപ്പം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ടൂർണമെൻറ്റ് കഴിയുമ്പോഴും ഇപ്പോൾ ഈ ടെസ്റ്റ് നോക്കുവാണെങ്കിൽ അടുത്ത മത്സരം KL രാഹുലും ബുംറയും റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പം അത്രയും റീപ്ലേസ് ചെയ്യാനുള്ള പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു സമയത്ത് നമ്മൾ ഇന്ത്യൻ കോമൺവെൽത്തിൽ കളിച്ചപ്പോഴത്തേക്കും ഒരു ഡിഫറെൻറ്റ് ടീമാണ് അവിടെ കളിച്ചത്. പക്ഷേ വേറൊരു ടൂറിൽ ഡിഫറെൻറ്റ് ടീമാണ് കളിച്ചത്. അപ്പോൾ അത്രയും ടീം പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ എല്ലാ T20 കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ സീനിയർ പ്ലേയേഴ്സും റെസ്റ്റ് എടുക്കും. അപ്പോൾ ഒരു പുതിയൊരു ഇന്ത്യൻ ടീം തന്നെയായിരിക്കും അവിടെ കളിക്കാൻ T20 കളിക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും പ്ലേയേഴ്സ് ഉള്ളപ്പോഴത്തേക്കും എല്ലാം റൊട്ടേറ്റ് ചെയ്യുന്നതും അതൊരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് വേറെ ഒരു ടീമിലും അങ്ങനെ ഇപ്പോൾ ഓസ്ട്രേലിയ നോക്കുകയാണെങ്കിൽ ഒരേ സമയത്ത് 2 ടൂർണമെൻറ്റ് കളിക്കുന്ന ഒരു ഓസ്ട്രേലിയ ടീം ഞാനിതുവരെ കണ്ടിട്ടില്ല, വേറെ ഒരു നാഷണൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം ഇതെല്ലാം ആ ഒരു ഇന്ത്യയുടെ ആ ഒരു ടാലൻറ്റ് തന്നെയാണ് എപ്പോഴും ഇത് ചെയ്യുന്നത്. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ക്യാപ്റ്റൻ അവിടെ ഉള്ളത്. രോഹിത് ശർമ്മയാണ് നമ്മുടെ എല്ലാ ഫോമാറ്റിലും ഒരു ക്യാപ്റ്റനായിട്ടുള്ളത്. പിന്നെ ഹർദിക് പാണ്ഡ്യ വന്നു, പിന്നെ സൂര്യകുമാർ യാദവ് ലീഡ് ചെയ്തു. ഇപ്പോൾ സൂര്യകുമാർ യാദവ് ഇപ്പോൾ കളിക്കുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇനിയും ഇപ്പം സഞ്ജുവിനെ പോലെ താരങ്ങൾക്കൊക്കെ ഇനിയും അവിടെ ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ മുമ്പ് നോക്കുമായിരുന്നെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കറിന് ഒരു 24 വർഷത്തെ കരിയർ ഉണ്ടായിരുന്നു. രാഹുൽ ദ്രാവിഡ് 16 വർഷം ഇന്ത്യൻ ടീമിൽ കളിച്ചു. സൗരവ് ഗാംഗുലി 13 വർഷം കളിച്ചു. ഇപ്പോഴത്തെ കളിക്കാരൊന്നും ഈ ഒരു വലിയ ദീർഘകാല കരിയർ ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്തുകൊണ്ടാണ്? മെയിനായിട്ടും മാച്ചസിൻ്റെ നമ്പർ ഓഫ് കൂടുതൽ ഇതാണ്. പിന്നെ ലൈഫ് സ്റ്റൈൽ, കുറേ മാച്ച് കളിക്കുന്നു അവർ. പിന്നെ ഈ റെസ്റ്റില്ലാതെ കളിക്കുകയാണ്. പിന്നെ ഫുഡ്, എസ്പെഷ്യലി ഫുഡ്, അവർ കഴിക്കുന്ന ഫുഡ്, നേരത്തെ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അവർക്ക് ലോങ് സ്പാൻ കരിയർ ഇല്ലാത്തതെന്ന് പറയാൻ പറ്റും. ഇപ്പം ഈ വർഷം തന്നെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ തന്നെ കുറേ ക്രിക്കറ്റേഴ്സ് ഇപ്പോൾ കഴിഞ്ഞ മാച്ച് മനോജ് തിവാരി റിട്ടയർ ചെയ്തു. അപ്പം ഹീ പ്ലേ 24 years ഫോർ ബംഗാൾ ക്രിക്കറ്റ്. പിന്നെ ഒരു ഫായസ് ഫസൽ, ഹീ പ്ലേഡ് ഫോർ 22 years ഫോർ വിദർഭ ക്രിക്കറ്റ്. അപ്പം ഇനി ഈ വരുന്ന ജനറേഷനിൽ എനിക്ക് തോന്നുന്നില്ല അത്രയും ഒരു സ്പാൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാം നമ്മുടെ ആസ് എ അത്ലറ്റിന് എല്ലാം നടക്കുന്നത് അവരുടെ ഡയറ്റ് വഴിയായിരിക്കും. അപ്പോൾ ആ ഡയറ്റ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫിറ്റ്നസ്സിനെ ബാധിക്കും. ഫിറ്റ്നസ് ഇല്ലെങ്കിൽ അത് നമ്മുടെ ക്രിക്കറ്റിൽ ബാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിരാട് കോഹ്ലി ആയിരിക്കും ഇനി റിട്ടയർ ചെയ്യാൻ പോകുന്ന ഏറ്റവും കൂടുതൽ കളിച്ച ഒരു പ്ലെയർ ഇന്ത്യൻ ക്രിക്കറ്റിൽ, അല്ലെങ്കിൽ രോഹിത് ശർമ്മ. അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത്രയും കൂടുതൽ കളിക്കാൻ പോകുന്ന ഒരു ക്രിക്കറ്റർ ഉണ്ടോ, ഇല്ലെങ്കിൽ അവർ ഒരു ഇഞ്ചുറിയുടെ ഒരു ഭാഗമായിട്ട് മാറും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഈ ഒരു ഏറയിൽ. ഇപ്പം IPL വന്നതോടെ ഇന്ത്യൻ ക്രിക്കറ്റിന് അത് ഗുണം ചെയ്തില്ല. അത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. താരങ്ങളാണെങ്കിലും പോലും IPL കളിച്ച് കുറച്ച് പണം ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു വർഷം ഇന്ത്യൻ ടീമിൽ കളിക്കുന്നതിനേക്കാൾ വലിയൊരു തുക 2 മാസം IPL കളിച്ചാൽ ലഭിക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് താരങ്ങൾ പോവുകയാണ്. അങ്ങനെ ഒരു കടുത്ത വിമർശനം തന്നെയുണ്ട്. അപ്പോൾ IPL നമുക്ക് അത് ഒഴിവാക്കാനും കഴിയില്ല. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്തൊരു തീരുമാനം എടുക്കണമെന്നാണ് അങ്ങയുടെ ഒരു അഭിപ്രായം? അല്ല, IPL വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലീഗ് തന്നെയാണ് IPL. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് എടുത്തു മാറ്റാനോ പറ്റത്തില്ല. അപ്പം അതിൻ്റെ ഡിസിഷൻ എടുക്കേണ്ടത് BCCI ആണ്. BCCI ഇപ്പം ഈ അടുത്ത പോലെ ഡിസിഷൻസ് വരികയാണ് എങ്കിൽ അതിന് IPL എപ്പോഴും നല്ല രീതിയിൽ തന്നെ പോകും. കാരണം പ്ലേയേഴ്സ് എപ്പോഴും പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ നമ്പേഴ്സ് ഒരിക്കലും കുറയുന്നില്ല, ഇനിയും പ്ലേയേഴ്സ് കൂടുന്നുള്ളൂ. അപ്പം IPL പോലെ പ്ലെയർ കിട്ടുമ്പോഴത്തേക്കും അത് ആസ് എ പ്ലെയർ അല്ലെങ്കിൽ അവരുടെ സീനിയർ ക്രിക്കറ്റേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, ആ ഒരു പൈസ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫെയിം കിട്ടുമ്പം യു ഷുഡ് ബി. അപ്പോൾ എൻ്റെ ആസ് എ ക്രിക്കറ്റർ എൻ്റെ ഒരു മെൻറ്റർ അല്ലെങ്കിൽ എൻ്റെ ഒരു ബ്രദർ ശ്രീ പറഞ്ഞ കാര്യം, യു ഷുഡ് ഓൾവേസ് ബി ഹംബിൾ, യു ഷുഡ് ബി ഓൾവേസ് ഡൗൺ ടു എർത്ത് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം എനിക്ക് എൻ്റെ യങ്സ്റ്റേഴ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് പെട്ടെന്ന് ഇത്രയും ഒരു വലിയൊരു പൈസ കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ ക്രിക്കറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എങ്ങനെ വിനിയോഗിക്കണമെന്ന് നമുക്ക് പറയുന്നൊരു കാര്യം എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് മാറില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ഇപ്പോൾ 35 വയസ്സ് കഴിഞ്ഞല്ലോ. ഇനിയും സച്ചിൻ്റെ സേവനം കേരള ക്രിക്കറ്റിന് എത്ര കാലം കൂടി ലഭിക്കും? എത്ര കാലം കൂടെ ഇനിയും കരിയർ നീട്ടിക്കൊണ്ടു പോകാനാണ് ആഗ്രഹം? ബൈ ഗോഡ് ബ്ലെസ്. ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫിറ്റ്നസ് വെച്ച് എനിക്ക് ഐ ക്യാൻ പ്ലേ ഫോർ 5 more years എൻ്റെ ഈ ഒരു ഫിറ്റ്നസ് വെച്ചിട്ട്. അപ്പം
അപ്പോൾ ഞാൻ ഇനിയുള്ള 3 years അല്ലെങ്കിൽ 4 years ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ പ്ലേ മോർ എന്നുള്ള കാര്യം. കാരണം എനിക്ക് ഐ വാണ്ട് ടു പ്രൂവ് ദം ഓൾ എൻ്റെ ഒരു ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഒരു കരിയറിൽ നിന്ന് എനിക്ക് എല്ലാവരെയും എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏജ് ഇസ് എ നമ്പർ എന്നുള്ളൊരു നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. നമ്പർ എന്നുള്ളൊരു കാര്യം അവരെ ബിലീവ് ചെയ്യണം. ഇപ്പം ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ്, മൈ ബെസ്റ്റ് ഫ്രണ്ട് ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു കാര്യം. കാരണം ഇഫ് ഐ ക്യാൻ പ്ലേ ഫോർ 37 years അല്ലെങ്കിൽ 38 years അല്ലെങ്കിൽ 40 years, വസിം ജാഫർ നോക്കുവാണെങ്കിൽ ഹി പ്ലേഡ് ടിൽ 39 years. വസിം ജാഫർ ഡൊമസ്റ്റിക് കളിച്ചുകൊണ്ടിരുന്നു. സോ രഞ്ജി ട്രോഫിയിൽ ഏറ്റവും ഹയസ്റ്റ് റൺ ഗെറ്റർ വസിം ജാഫറാണ്. അപ്പം ഇഫ് ഹീ ക്യാൻ പ്ലേ, ഐ ക്യാൻ ഓൾസോ പ്ലേ. അപ്പം അത് വേറൊരു ടീം സെലക്ഷനോ ഒന്നുമല്ല. ബിക്കോസ് ക്രിക്കറ്റ് ഈസ് മൈ പാഷൻ. ആ ഒരു പാഷന് വേണ്ടി കളിക്കുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് വാട്ട് എവർ യു വാണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, റെസ്റ്റ് വിൽ ഫോളോ. ഒരു ക്രിക്കറ്റ് താരമാകാൻ ആഗ്രഹിച്ച് പാതി വഴിയിൽ വീണുപോയ ഒരുപാട് താരങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളെയെല്ലാം മറികടന്ന് സച്ചിൻ ബേബി കേരള ക്രിക്കറ്റിൽ ഇപ്പോഴും തുടരുന്നു. ഇനിയും ഒരുപാട് ഇന്നിങ്സുകൾ സച്ചിനിൽ നിന്നും ഉണ്ടാകട്ടെ.